ഹലോ ഓൾ. ഗേറ്റ് 2026 കെമിസ്ട്രിയുടെ റെസ്പോൺസ് ഷീറ്റ് നിങ്ങൾക്ക് വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും മാർക്കൊക്കെ ചെക്ക് ചെയ്ത് ഏകദേശം കട്ട് ഓഫിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണല്ലേ. അപ്പോൾ അതിൻ്റെ ആൻസർ കീയും അതിൻ്റെ കൂടെ നിങ്ങൾക്ക് പ്രൊവൈഡഡ് ആയിരുന്നു. ഓൾറൈറ്റ്. അപ്പോൾ വിത്തിൻ നോ ടൈം ബെൻസിൽ എക്സ്പേർട്ട് ടീം നിങ്ങൾക്ക് മുമ്പിൽ ഇതിൻ്റെ ഡീറ്റെയിൽ സൊല്യൂഷൻ ആയിട്ട് എത്തിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഓർഗാനിക് കെമിസ്ട്രിയുടെ കംപ്ലീറ്റ് സൊല്യൂഷൻസ് ആണ്. ഓക്കെ, സോ ടോട്ടൽ 19 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഗേറ്റ് 2026 കെമിസ്ട്രി എക്സാമിൽ. അതിൽ അപ്രോക്സിമേറ്റ്ലി മോർ ദൻ ഹാഫ്, ഏകദേശം 10ഓളം ക്വസ്റ്റ്യൻസ് വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നിങ്ങളുടെ ഒരു മോഡറേറ്റ് കൈൻഡ് ഓഫ് പ്രിപ്പറേഷനിൽ വരെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ആൻഡ് ബാക്കി ഒരു 9 ക്വസ്റ്റ്യൻസ്, അതിലൊരു 3 to 4 ക്വസ്റ്റ്യൻസ് ഒരു ഹാർഡ് കാറ്റഗറിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അത് കൺസെപ്ച്വലി ഹാർഡ് ആണെന്നും പറയാൻ പറ്റില്ല. ചിലതൊക്കെ ഒരു ഇൻവോൾവ് ആയിട്ട് കുറച്ച് കൺസെപ്റ്റുകൾ മനസ്സിലാക്കിയാൽ മാത്രം ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്വസ്റ്റ്യനും, പക്ഷേ അത് നാറ്റിലേക്കൊക്കെ വരുമ്പോൾ കുറച്ച് ടൈം കൺസ്യൂം ചെയ്യാൻ സാധ്യതയുള്ളതായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, ഒരു 3-4 ക്വസ്റ്റ്യൻസ്. അത് താൻതായിട്ട് ഒരു 5 ക്വസ്റ്റ്യൻസ് ഒരു മോഡറേറ്റ് കാറ്റഗറിയിൽ വരുന്ന ഓർഗാനിക് കെമിസ്ട്രി ഒരു ഡുവബിൾ ആയിട്ടുള്ള കുട്ടികൾക്ക് മേ ബി ഈസിലി ചെയ്തെടുക്കാൻ പറ്റുന്ന, എന്നാൽ ഓർഗാനിക് കെമിസ്ട്രി ഒരു പ്രൈമറി കൺവീനിയൻറ്റ് അല്ലെങ്കിൽ ഒരു നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റാത്തവർക്ക് മേ ബി ഒരു ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യാൻ സാധ്യതയുള്ള ഒരു 4 to 5 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഓക്കെ, സോ വിൽ ബി ആക്ച്വലി സീയിങ് ദി ഡീറ്റെയിൽഡ് solution of that today. Okay, so let's go on to each questions. All right, so the first question നമുക്ക് കാണാൻ സാധിക്കും ഒരു സിമ്പിൾ ട്രാൻസ്ഫോർമേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ദ മേജർ പ്രൊഡക്റ്റ് ഫോംഡ് ഇൻ ദി ഫോളോയിങ് റിയാക്ഷൻ ഈസ്. അപ്പോൾ നിങ്ങൾക്കൊരു ഹൈഡ്രോക്സൈൽ അമീൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഇമീൻ ഉണ്ടല്ലേ, ഒരു അരോമാറ്റിക് സിസ്റ്റത്തിൽ സൾഫ്യൂരിക് ആസിഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാട്ട് വുഡ് ബി ദി മേജർ പ്രൊഡക്റ്റ്? അപ്പോൾ ഇത് സ്ട്രേറ്റ് അവേ ഒരു ഈസി കാറ്റഗറിയിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ദിസ് ഇസ് ബേസിക്കലി ഫ്രം നിങ്ങളുടെ ബെക്ക്മാൻ ഫ്രാഗ്മെന്റേഷൻ അല്ലെ, ബെക്ക്മാൻ ഫ്രാഗ്മെന്റേഷൻ റിയാക്ഷൻ ആണ്. അപ്പോൾ ബെക്ക്മാൻ റീഅറേഞ്ച്മെന്റ് റിയാക്ഷൻ അല്ല. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇത് പഠിച്ചിട്ടുണ്ടായിരിക്കുക അബ്നോർമൽ ബെക്ക്മാൻ റിയാക്ഷൻ എന്നുള്ള രീതിയിലായിരിക്കും. ഓക്കെ, സോ വാട്ട് ആക്ച്വലി ഹാപ്പൻസ് ഹിയർ ഈസ് നോർമലി നിങ്ങൾ ഒരു സ്ട്രോങ് ആസിഡോ അല്ലെങ്കിൽ മോസ്റ്റ്ലി ഒരു ബ്രോൺസ്റ്റഡ് ആസിഡ് ആയിരിക്കും യൂസ് ചെയ്യുക. യൂസ് ചെയ്യുമ്പോൾ സിസ്റ്റം പ്രോട്ടോണേറ്റഡ് ആകുകയും അതിൽ നിന്ന് വാട്ടർ എലിമിനേറ്റ് ചെയ്യുകയും ചെയ്യും. ഇപ്പോൾ വാട്ടർ എലിമിനേറ്റ് ചെയ്യുമ്പോൾ നോർമൽ ബെക്ക്മാൻ റിയാക്ഷനിൽ എന്താണ് സംഭവിക്കുന്നത്? ഒരു മൈഗ്രേഷൻ ആണ് സംഭവിക്കുന്നത് അല്ലെ. മൈഗ്രേഷൻ സംഭവിച്ചിട്ട് നിങ്ങൾക്ക് പുറത്തേക്ക് പോയ വാട്ടർ മോളിക്യൂൾ ഈസ് കമ്മിങ് ബാക്ക് ടു ദി സിസ്റ്റം ആൻഡ് ഫോമിങ് ആൻ അമൈഡ്. അങ്ങനെയാണ് നിങ്ങളുടെ നോർമൽ ബെക്ക്മാൻ റിയാക്ഷൻ ഉണ്ടാകുന്നത്. പക്ഷേ അബ്നോർമൽ ബെക്ക്മാൻ റിയാക്ഷനിൽ അല്ലെങ്കിൽ ബെക്ക്മാൻ ഫ്രാഗ്മെന്റേഷനിൽ നിങ്ങളെ വളരെ സ്ട്രോങ് ആസിഡ് ആണ്, നിങ്ങളുടെ വാട്ടർ ഒരു തിരിച്ചൊരു ന്യൂക്ലിയോഫൈലായിട്ട് അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത ഇല്ലാത്തൊരു കണ്ടീഷൻ ആണെങ്കിൽ, അത് മാത്രമല്ല ഉണ്ടാകുന്ന കാർബോകാറ്റോൺ ഹെവിലി സ്റ്റേബിൾ ആണെങ്കിൽ നിങ്ങൾക്കൊരു ഫ്രാഗ്മെന്റേഷൻ നടക്കുകയും ഒരു C++ എന്നുള്ള കോമ്പൗണ്ട് ഉണ്ടാകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് സ്ട്രേറ്റ് അവേ ഈ ഒരു ഇൻഫർമേഷൻ ഡൊമൈനിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇത് ഈസി പിക്ക് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ C++ എന്നുള്ള 2 ഓപ്ഷനേ ഉള്ളൂ അല്ലേ, ഈ 2 ഓപ്ഷൻ. അപ്പോൾ തന്നിരിക്കുന്ന 4 ഓപ്ഷൻ, ഫസ്റ്റ് 2 ഓപ്ഷനുകളും ഒരു നോർമൽ ബെക്ക്മാൻ റീഅറേഞ്ച്മെന്റിന്റെ പ്രൊഡക്റ്റ് ആണ് തന്നിരിക്കുന്നത്. ലാസ്റ്റ് 2 ഓപ്ഷൻ ആണ് നിങ്ങളുടെ ഒരു ബെക്ക്മാൻ ഫ്രാഗ്മെന്റേഷൻ തരാൻ സാധ്യതയുള്ള പ്രൊഡക്റ്റ്. അപ്പോൾ നമുക്ക് സ്ട്രേറ്റ് അവേ ഇതിന്റെ മെക്കാനിസം ഒന്ന് നോക്കാം, ഹൗ ദി പ്രൊഡക്റ്റ് ക്യാൻ ബി ഫോംഡ് എന്നുള്ളത്. വളരെ സിമ്പിൾ ആണ്. യുവർ മോളിക്യൂൾ വിൽ ഗെറ്റ് പ്രോട്ടോണേറ്റഡ്. ഓക്കെ, സോ നിങ്ങൾക്കൊരു ഇനിഷ്യലി യു ആർ സ്റ്റാർട്ടിംഗ് വിത്ത് 7 മെമ്പേർഡ് റിംഗ്. ഓക്കെ, സോ ഇവിടെ നൈട്രജൻ അല്ല, യു ആർ ഹാവിങ് ദിസ്. യാ, സോ ഈ മോളിക്യൂൾ പ്രോട്ടോണേറ്റഡ് ആകുകയാണ് ഫസ്റ്റ് ചെയ്യുന്നത് അല്ലേ. ഞാൻ പ്രോട്ടോണേറ്റഡ് ഫോം തന്നെ എഴുതാം, പ്രോട്ടോണേറ്റഡ് ഫോം എഴുതാം. ദിസ് ഇസ് എ ഫസ്റ്റ് ഇന്റർമീഡിയറ്റ് ദാറ്റ് വിൽ ബി ഫോംഡ്. ഈ ഒരു പ്രോട്ടോണേറ്റഡ് ഫോമിൽ നിന്ന് നിങ്ങൾക്ക് വാട്ടർ എലിമിനേറ്റ് ചെയ്ത് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. വാട്ടർ എലിമിനേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ദ പോസിറ്റീവ് ചാർജ് നോർമലി വിൽ കം ഓൺ ദി നൈട്രജൻ ആറ്റം. സോ അങ്ങനെ ഒരു ഇന്റർമീഡിയറ്റ് നോർമലി ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട്. പക്ഷെ നമുക്കൊന്ന് വരച്ച് നോക്കാം. നൈട്രജനിൽ പോസിറ്റീവ് ചാർജ് വരിക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് സ്റ്റേബിൾ, റൈറ്റ്. സോ ഈ ഒരു ഇന്റർമീഡിയറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് പോസിറ്റീവ് ചാർജ് ഓൺ നൈട്രജൻ ആണ് അല്ലേ. ഈ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ട് ആക്ച്വലി എക്സിസ്റ്റ് ചെയ്യുന്നില്ല. രാദർ ദാൻ വാട്ട് വിൽ ഹാപ്പൻ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നൈട്രജനിൽ ഒരു പോസിറ്റീവ് ചാർജ് വരികയാണെങ്കിൽ പിന്നീട് ആ പോസിറ്റീവ് ചാർജിന്റെ ഫേറ്റ് എന്താണ്, വാട്ട് ക്യാൻ ഹാപ്പൻ? അതിന് ന്യൂട്രലൈസ് ആകണമെങ്കിൽ ഇറ്റ് നീഡ് സം ന്യൂക്ലിയോഫൈൽ. ന്യൂക്ലിയോഫൈൽ പുറത്തുണ്ടെങ്കിൽ, നിങ്ങളുടെ മീഡിയത്തിന് പുറത്തുണ്ടെങ്കിൽ ഇറ്റ് ക്യാൻ കം ആൻഡ് അറ്റാക്ക്. പക്ഷെ കുറച്ചുകൂടി സ്റ്റാറ്റിസ്റ്റിക്കലി പ്രോബബിൾ ആയിട്ടുള്ളത് എന്താണ്, അകത്തുള്ള ഒരു ന്യൂക്ലിയോഫൈൽ അറ്റാക്ക് ചെയ്യണം. അകത്തുള്ള ന്യൂക്ലിയോഫൈൽ മോസ്റ്റ്ലി ഇറ്റ് വിൽ ബി എന്താണ്, തൊട്ടടുത്തുള്ള ഒരു ആറ്റവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ന്യൂക്ലിയോഫൈൽ ആണ് കുറച്ചുകൂടി എളുപ്പത്തിൽ ഇന്ററാക്ട് ചെയ്യാൻ പറ്റുക. വാട്ട് എക്സാക്ട്ലി ഈസ് ഹാപ്പനിങ് ഹിയർ, അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. നിങ്ങളുടെ അഡ്ജസന്റ് ആയിട്ടുള്ള ഈ ഒരു ബോണ്ട് ഇല്ലേ, ഈ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്താൽ
ബ്രേക്ക് ചെയ്താൽ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ഇതിനെ ബ്രേക്ക് ചെയ്യാം. ഓക്കെ, വൺ ഈസ് ടു ദ ലെഫ്റ്റ് സൈഡ് അല്ലെ, ലെഫ്റ്റ് സൈഡിലേക്ക് ബ്രേക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തു, യു വിൽ ഗെറ്റ് ആൻ ആനയോൺ ഹിയർ. ഇവിടെ ഒരു ആനയോൺ ഉണ്ടാവും അല്ലെ, അല്ല യു വിൽ ഗെറ്റ് ആനയോൺ ദിസ് കാർബൺ, ഇവിടെ ഒരു കാറ്റയോൺ ഉണ്ടാവും, റൈറ്റ്? ഓക്കെ, നൗ ഈ ആനയോണും കാറ്റയോണും കൂടെ ഒരു ബോണ്ട് ഫോർമേഷൻ പോസിബിൾ ആണ്, റൈറ്റ്? ഒരു ബോണ്ട് ഫോർമേഷൻ പോസിബിൾ ആണ്. ഇങ്ങനെ ബോണ്ട് ഫോർമേഷൻ പോസിബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ചാർജിനെ റിമൂവ് ചെയ്യാം അല്ലെ. ഇവിടെ ഒരു കാർബോകാറ്റയോൺ ഉണ്ട്, ഐ വിൽ റൈറ്റ് ഇറ്റ് ഇൻ എ മോർ ബെറ്റർ അല്ലെ. Yeah, I think you can see the positive charge. Okay, ഇതാണ് ഒരു പോസിബിലിറ്റി. Now the second possibility is നിങ്ങൾക്ക് ഈ പെയർ ഓഫ് ഇലക്ട്രോൺസ് റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. റൈറ്റ് സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് കിട്ടുക? You will be actually getting a negative charge on that carbon അല്ലേ. ഈ കാർബണിൽ നെഗറ്റീവ് ചാർജും ഈ കാർബണിൽ പോസിറ്റീവ് ചാർജും അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു ഡൈകാറ്റയോണിക് ആയിട്ടുള്ള ഇന്റർമീഡിയറ്റ് ഉണ്ടാകുന്നൊന്നുമില്ല. ഇതൊരു വളരെ ട്രാൻസിയൻ്റ് ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആണ്, നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കണം. ഈവൻ ട്രാൻസിയൻ്റ് ആയിട്ടുള്ള ഒരു സ്പീഷീസ് ആണെന്ന് പറയുന്നതും ശരിയല്ല. ഇതിൻ്റെ ആക്ച്വൽ ഒരു ഇന്റർമീഡിയറ്റിനെ മനസ്സിലാക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹൈപ്പോത്തറ്റിക്കൽ ഇന്റർമീഡിയറ്റ് ആണ്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ യു ഹാവ് എ നെഗറ്റീവ് ചാർജ്, അതിൻ്റെ ഇനിഷ്യൽ കണക്ഷൻ ഇവിടെയായിരുന്നു അല്ല, ഇനിഷ്യൽ കണക്ഷൻ ഇവിടെയായിരുന്നു. ആ കണക്ടിവിറ്റി ബ്രേക്ക് ചെയ്താൽ പിന്നെ ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു പുതിയ കണക്ഷൻ എങ്ങോട്ടേക്കാണ് ഉണ്ടാക്കാൻ പറ്റുക? നെക്സ്റ്റ് പോസിറ്റീവ് ചാർജ് ഉള്ള സെൻറ്ററിലേക്ക് അല്ലേ. അതായത് ഈ കാർബണെ സംബന്ധിച്ചിടത്തോളം വിച്ച് ഈസ് ഹാവിങ് എ നെഗറ്റീവ് ചാർജ്, ഇനിഷ്യൽ കണക്ഷൻ വാസ് ടു ദിസ് കാർബൺ അല്ലേ. ആ കണക്ടിവിറ്റി പോയി കഴിഞ്ഞാൽ പിന്നെ വേറൊരു കണക്ടിവിറ്റി ഉണ്ടാക്കണമെങ്കിൽ വേറൊരു പോസിറ്റീവ് ചാർജ് വരണം അല്ലേ. വേറൊരു പോസിറ്റീവ് ചാർജ് കാണുന്നുണ്ടോ? ഉണ്ട്, നൈട്രജൻ്റെ അടുത്ത് അല്ലേ. സോ ദാറ്റ് മീൻസ് ദിസ് വിൽ ബി ദ ന്യൂ കണക്ടിവിറ്റി അല്ലേ. സോ ഓവറോൾ വാട്ട് വിൽ ഹാപ്പൻ? നിങ്ങളുടെ ഗ്രീൻ കണക്ടിവിറ്റി ബ്രേക്ക് ചെയ്ത് ഇറ്റ് വിൽ ഗോ ആൻഡ് എസ്റ്റാബ്ലിഷ് ദി ബ്ലാക്ക് കണക്ടിവിറ്റി. അതിലൂടെ നിങ്ങൾക്ക് എന്ത് കിട്ടും? യു വിൽ ഗെറ്റ് ന്യൂ കോമ്പൗണ്ട്. റിമൂവ് ദിസ്. ഓക്കെ, അപ്പോൾ ആ ന്യൂ കോമ്പൗണ്ട് ഉണ്ടായി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ മേലത്തെ പോസിറ്റീവ് ചാർജ് നഷ്ടപ്പെടും, കാരണം അവിടെ ഒരു ന്യൂട്രലൈസേഷൻ ഉണ്ടായി, റൈറ്റ്? താഴെ ഒരു പോസിറ്റീവ് ചാർജ് ഇൻടാക്റ്റ് ആയിട്ട് നിൽക്കും. ഓക്കെ, സോ ഐ വിൽ ട്രൈ ടു ഹൈലൈറ്റ് ദിസ് ബോണ്ട്, ന്യൂ ബോണ്ട്. ഓക്കെ, സോ ദിസ് വിൽ ബി ദി ന്യൂ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ന്യൂ ഇന്റർമീഡിയറ്റ് ഫോം. ഈ ഒരു ഇന്റർമീഡിയറ്റിനെ ഒന്ന് ക്ലീനപ്പ് ചെയ്യുകയാണെങ്കിൽ what can I do? I can draw a 7-membered ring here in a proper way, or I think before that we can count the atoms 1 2 3 4 5 6 7 8. You should be drawing an 8-membered ring. Okay, this is 8-membered ring, and here we have a double bond, a positive charge on this carbon and 2 methyl groups on this carbon അല്ലേ. അപ്പോൾ ഈ ഒരു കാർബോകാറ്റയോൺ ഈസ് കൈൻഡ് ഓഫ് ആക്ച്വലി സ്റ്റേബിൾ. എന്തുകൊണ്ടാണ്? ഈ നൈട്രജൻ്റെ ലോൺ പെയറിന് ഇതിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ സാധിക്കും അല്ലേ, ഒരു പ്ലസ് എം ഇഫക്റ്റിൽ കൂടി സ്റ്റെബിലൈസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഓൺ ടു ദിസ് സിസ്റ്റം നിങ്ങൾക്ക് എന്ത് സംഭവിക്കാൻ പറ്റും? നിങ്ങളുടെ സിസ്റ്റത്തിൽ ഓൾറെഡി വാട്ടർ മോളിക്യൂൾ ഉണ്ടെങ്കിൽ ഈ വാട്ടർ മോളിക്യൂൾ ഈസ് പ്രസന്റ്, ഇറ്റ് ക്യാൻ കം ആൻഡ് അറ്റാക്ക് ഹിയർ, വിച്ച് വിൽ ലീഡ് ടു ദി ഫോർമേഷൻ ഓഫ് the corresponding you can draw it in the same structure അല്ലേ. ഈ പ്രോഡക്റ്റ് കിട്ടും. ഇതിൻ്റെ ഒരു ടോട്ടോമർ നിങ്ങൾക്ക് വരയ്ക്കുകയാണെങ്കിൽ ഈസിലി നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം, ദിസ് ഇസ് നത്തിങ് ബട്ട് എൻ അമൈഡ്. സോ ദിസ് ഈസ് എ പോസിബിൾ പ്രോഡക്റ്റ് വിച്ച് ക്യാൻ ഫോം അല്ലേ. സോ ഇതിനെന്താണ്? വാട്ടർ ഷുഡ് കം ആൻഡ് റീഅറ്റാക്ക് അല്ലേ. ഇതാണ് ഒരു പോസിബിൾ പാത്വേ. ദിസ് പാത്വേ ഈസ് കോൾഡ് ദി ബെക്മാൻ റീഅറേഞ്ച്മെന്റ്. ഓക്കെ, ഈ ബെക്മാൻ റീഅറേഞ്ച്മെന്റ് പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഒബ്വിയസ്ലി ഇതിൽ ഉണ്ടായിരിക്കും, ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ടായിരിക്കും അല്ലേ. സോ ഓപ്ഷൻ എ ഈസ് ആക്ച്വലി ദാറ്റ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ദിസ് ഇസ് നോട്ട് ദി റിയാക്ഷൻ ദാറ്റ് ഈസ് ഹാപ്പനിങ് ഹിയർ. അതിന് കാരണം ഫ്രാഗ്മെന്റേഷൻ ഈസ് പ്രിഫേർഡ് ഹിയർ. ഫ്രാഗ്മെന്റേഷന്റെ പാത്വേയുടെ പ്രത്യേകത വാട്ടറിന്റെ എബിലിറ്റി ടു കം ആൻഡ് അറ്റാക്ക് ബാക്ക് is not that much here. അത് കാരണം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആസിഡാണ് നിങ്ങളുടെ സിസ്റ്റത്തിലുള്ളത്. ദ വാട്ടർ വിൽ റിമൈൻ പ്രോട്ടണേറ്റഡ്, അതിന്റെ ന്യൂക്ലിയോഫിലിസിറ്റി വളരെ റെഡ്യൂസ്ഡ് ആകുകയും ചെയ്യും. അത് മാത്രമല്ല നിങ്ങൾക്ക് ഉണ്ടാകുന്ന കാർബോകാറ്റോൺ ഹെവിലി സ്റ്റെബിലൈസ്ഡ് ആണ്. എന്തുകൊണ്ടാണ് ഹെവിലി സ്റ്റെബിലൈസ്ഡ്? യു ക്യാൻ സീ ദാറ്റ് ഈ കാർബോകാറ്റോണിന്റെ സെന്റർ ഒന്ന് ഒബ്സർവ് ചെയ്തേ ഹിയർ. അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാർ ആരൊക്കെയാണ്? യു ഹാവ് 2 methyl groups, right? 2 methyl groups and adjacent ആയിട്ട് ഒരു CH2 ഉണ്ട്. സോ ടോട്ടൽ 8 ഹൈപ്പോകോൺജുഗേഷനിൽ കൂടി ഈ ഒരു കാർബോകാറ്റോൺ ഹെവിലി സ്റ്റെബിലൈസ്ഡ് ആണ് അല്ലേ. സോ ഈ ഒരു കാർബോകാറ്റോൺ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. വൺസ് ദിസ് ഈസ് ഫോമിങ്, വാട്ട് ക്യാൻ ഹാപ്പൻ നെക്സ്റ്റ്? ഇനി എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്? ഇനി നിങ്ങൾ ഈ ഒരു മോളിക്യൂൾ, ഐ വിൽ റീഡ്രോ ദാറ്റ്.
Okay, this will be C triple bond N, which is nothing but a cyano group, or yeah. Now you have how many carbons here? 1, 2, 3. So 3 carbons ഉണ്ട്, 3 CH2 ഉണ്ട്. അത് കഴിഞ്ഞാണ് നിങ്ങളുടെ കാർബോക്കേറ്റോൺ അല്ലേ. So I'll draw 3 carbons. 1, 2, 3. Then you have the carbocation. On to that you have 2 methyl groups attached. Okay, so ഈ ഒരു carbocation electron deficient ആണ്. If there is a nucleophilic center, it can be attacked by the nucleophilic center. അങ്ങനെ nucleophilic center ഈ സിസ്റ്റത്തിൽ ഉണ്ടോ? ഉണ്ട്. You have this aromatic ring, right? Aromatic ringന്റെ pi electrons nucleophilic ആണ്. So it can go and attack the positive center. അപ്പോൾ അതിനെ ഡയറക്റ്റ് ചെയ്യാൻ എന്തെങ്കിലും ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ഗ്രൂപ്പ്സ് ഇവിടെ ഉണ്ടോ എന്ന് നോക്കിയാൽ യു ക്യാൻ സീ ദാറ്റ് സൈനോ ഗ്രൂപ്പ് അല്ല ഇവിടെ ഡയറക്റ്റ് ചെയ്യുന്നത്. To be more precise, you can see that electron donating effect ഇവിടെ ഒരാൾക്കുണ്ട്. ആരാണത്? ഈ CH2. CH2ന്റെ ഹൈപ്പർ കോൺജുഗേഷൻ കാരണം the donation will actually happen. നിങ്ങൾക്ക് ഹൈപ്പർ കോൺജുഗേഷൻ വരച്ച് നോക്കിയാൽ യു ക്യാൻ സീ ദിസ് കാർബൺ ഈസ് ഇലക്ട്രോൺ റിച്ച് അല്ലേ. അപ്പോൾ ഇവിടെ നിന്നൊരു ഡൊണേഷൻ ഉണ്ടാകും. ആ ഒരു ഡൊണേഷനിൽ കൂടി നിങ്ങൾക്ക് എന്താണ് ഇവിടെ ഒരു സൈക്ലൈസേഷൻ ഉണ്ടാകും. അവിടെ സൈക്ലൈസേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ എത്ര മെമ്പേർഡ് റിംഗ് ആണ് ഉണ്ടാകുന്നത് നോക്കി. 1, 2, 3, 4, 5, 6 അല്ലേ. അപ്പോൾ ഒരു 6 മെമ്പേർഡ് ഇവിടെ ഉണ്ടാകും. ഫർദർ റീഅരോമാറ്റൈസേഷൻ വിൽ ഗിവ് യുവർ പ്രോഡക്റ്റ്. നിങ്ങളുടെ പ്രോഡക്റ്റ് എങ്ങനെയിരിക്കും? ഇറ്റ് വിൽ ബി an aromatic ring here and another 6 membered ring formed here അല്ലേ. So 2 methyl groups will be here. Okay, now this will rearomatize and the cyano group will be here. So this will be the product. This pathway is nothing but a Beckmann fragmentation അല്ലെങ്കിൽ നോർമൽ ബെക്മാൻ റീഅറേഞ്ച്മെന്റ് ആണ്. ഫസ്റ്റ് പാത്വേ അല്ല, കാരണം ഫസ്റ്റ് പാത്വേ നടക്കാത്തതിന്റെ കാര്യം ഇവിടെ ന്യൂക്ലിയോഫിലിസിറ്റി ഓഫ് വാട്ടർ ഈസ് റെഡ്യൂസ്ഡ് ആസ് വെൽ ആസ് കാർബോക്കേറ്റോൺ ഈസ് ഹെവിലി സ്റ്റെബിലൈസ്ഡ്. ഓക്കെ, സോ ദിസ് ഇസ് സ്ട്രേറ്റ് അവേ ക്വസ്റ്റ്യൻ. ഇഫ് യു ഹാപ്പൻ ടു നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ ഇസ് ആൻ ഈസി പിക്ക്. ഓക്കെ, സോ ദ ആൻസർ ഈസ് വെരി സിമ്പിൾ. ഓപ്ഷൻ. സോ ആസ് ഫർ ദി ഗിവൺ ഓപ്ഷൻ ഇറ്റ് ഈസ് ഓപ്ഷൻ സി. പക്ഷേ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പല ക്വസ്റ്റ്യൻ പേപ്പറിലും ഓപ്ഷൻസ് സ്ക്രാമ്പിൾഡ് ആയിരിക്കും. അപ്പോൾ ഓപ്ഷൻ സി എന്ന് വിചാരിക്കരുത്. ജസ്റ്റ് ട്രൈ ടു ലുക്ക് അറ്റ് ദി ആക്ച്വൽ ആൻസർ. ഈ കറസ്പോണ്ടിങ് ആൻസർ ആണ് ഈ ഒരു തന്നിരിക്കുന്ന ഓപ്ഷൻ സെറ്റിൽ സി ആണ് കറസ്പോണ്ടിങ് ആൻസർ. ഓക്കെ, സോ വിൽ മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യാ, ഓക്കെ, സോ this is also kind of an easy question, but sometimes I'll rather put it in a moderate category. അതിന് കാരണം സ്റ്റീരിയോകെമിസ്ട്രിയെ കുറിച്ചൊരു ഫെയർ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഈസിലി ആൻസർ ദിസ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ ചോദിച്ചിരിക്കുന്ന ഒരു മോളിക്യൂൾ തന്നിട്ടുണ്ട് അല്ലേ. അതിനെപ്പറ്റിയുള്ള ഒരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഈ ഒരു മോളിക്യൂൾ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ്. എസ്പെഷ്യലി വെൻ യു ആർ ആക്ച്വലി ലേണിംഗ് S4 ആയിട്ടുള്ള S4 എന്ന് പറയുന്ന ഒരു സിമെട്രി ഓപ്പറേഷൻ നോക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ആക്സിസ് ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ കാണുന്ന ഒരു സ്റ്റാൻഡേർഡ് മോളിക്യൂൾ ആണിത്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് പ്രസൻസ് ഓഫ് സിമെട്രി എലമെന്റ് ഐഡന്റിഫൈ ചെയ്യാൻ മാത്രമല്ല, വെദർ ദി മോളിക്യൂൾ ഈസ് കൈറാൽ ഓർ നോട്ട് എന്നുള്ള ഐഡിയയും കൂടി ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്റ്റീരിയോ കെമിസ്ട്രിയെ പറ്റി കൈറാലിറ്റിയെ പറ്റി പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ യു ക്യാൻ ഈസിലി ആൻസർ ദിസ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ കൈറാൽ ആകുന്നത് എപ്പോഴാണ്, അല്ലെങ്കിൽ ഒരു മോളിക്യൂളിന്റെ കൈറാലിറ്റി നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റുന്നത് എപ്പോഴാണ്? വിത്ത് റെസ്പെക്ട് ടു ദി പ്രസൻസ് ഓഫ് സിമെട്രി എലമെന്റ്സ്. SN ആക്സിസ് ഒരു മോളിക്യൂളിന് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ആ മോളിക്യൂൾ കൈറാൽ ആയിരിക്കില്ല അല്ലെ. The molecule will be achiral if it has an SN axis. SN axis എന്ന് പറയുമ്പോൾ N1 ആകാം, that means S1 axis ആകാം, അല്ലെങ്കിൽ N2 ആകാം, it could be an S2, or അത് കഴിഞ്ഞിട്ടുള്ള ഏത് N വേണമെങ്കിലും ആകാം അല്ലെ. ഇപ്പം S1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സിഗ്മയാണ്. സിഗ്മ ഉണ്ടെങ്കിൽ മോളിക്യൂൾ അക്കൈറാൽ ആയിരിക്കും നിങ്ങൾക്ക് അറിയാം. S2 എന്ന് പറഞ്ഞാൽ സെന്റർ ഓഫ് ഇൻവേർഷൻ ആണ്. അതുണ്ടെങ്കിൽ മോളിക്യൂൾ അക്കൈറാൽ ആകുമെന്ന് അറിയാം. അതല്ലാതെ അതിന് മേലേക്കുള്ള ഏത് SN ആക്സിസ് ഉണ്ടെങ്കിലും യുവർ മോളിക്യൂൾ വിൽ ബി കൈറാൽ അല്ലെ. സോ കൈറാലിറ്റി ചെക്ക് ചെയ്യേണ്ട ഒരു അണ്ടർസ്റ്റാൻഡിംഗ് കൂടെ നിങ്ങൾക്ക് വേണം. പക്ഷേ അതില്ലെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു സിമെട്രി എലമെന്റ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയാൽ തന്നെ യു ക്യാൻ ഈസിലി ആൻസർ ദിസ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ പറഞ്ഞു S4ന്റെ ഒരു സ്ട്രേറ്റ് അവേ എക്സാമ്പിൾ ആണ്. ലെറ്റ്സ് ജസ്റ്റ് സീ ദാറ്റ് S4 എങ്ങനെയാണ് ഇവിടെ ഇരിക്കുന്നതെന്ന് ജസ്റ്റ് ഒന്ന് വിഷ്വലൈസ് ചെയ്യാൻ നോക്കാം. ഐ ട്രൈ ടു റീഡ്രോ ദി സ്ട്രക്ചർ ഫസ്റ്റ്. ഓക്കെ, സോ ഇതിൻ്റെ ഒരു ബോട്ടം പാർട്ട് കണ്ടോ, കംപ്ലീറ്റ് പ്ലെയിനിലാണ് ഇരിക്കുന്നത്. ദ ബോട്ടം പാർട്ട് ഈസ് കംപ്ലീറ്റ് ഇൻ ദ പ്ലെയിൻ. സബ്സ്റ്റിറ്റ്യൂവൻ്റ് അല്ല, ആ ഒരു റിംഗ്. ഓക്കെ, സോ ദിസ് ഇസ് ദ റിംഗ്. അതിലുള്ള സബ്സ്റ്റിറ്റ്യൂവൻ്റ് മിഥൈൽ ഗ്രൂപ്പ് ഈസ് ആക്ച്വലി away from us. So I'll draw methyl away from us and the right side methyl group is towards us. Okay, now this nitrogen is tetrahedral. Okay, so other two substituents are actually pointing towards us and away from us അല്ലേ. സോ നിങ്ങൾക്ക് നെക്സ്റ്റ് കാണുന്ന 5 membered ring ഇരിക്കുന്നത് it is one bond will be towards us, one will be away. Okay, so if I'm trying to connect this, it will look like this. Okay, now
ഇതാണ് നമ്മുടെ നേരെ ഇരിക്കുന്ന ആ ഒരു ബോണ്ട്, ഇതാണ് നമ്മളിൽ നിന്ന് എവേ ആയിട്ട് പോകുന്ന ഒരു ബോണ്ട്. ഓക്കെ, സോ ഇതൊരു കോർഡിനേറ്റ് സിസ്റ്റമായിട്ട് വിത്ത് റെസ്പെക്ട് നിങ്ങൾക്ക് ഈസിലി മനസ്സിലാക്കാൻ സാധിക്കും. ഇഫ് ഐ ഡ്രോ ദി കോർഡിനേറ്റ് സിസ്റ്റം ഇറ്റ് വിൽ ബി മോർ ഈസി. ഇതാണ് നിങ്ങളുടെ ഇസഡ് ആക്സിസ്, ദിസ് വിൽ ബി എക്സ് ആക്സിസ്, ദിസ് വിൽ ബി വൈ ആക്സിസ്. അപ്പോൾ നിങ്ങളുടെ ബോട്ടം പാർട്ടിലുള്ള റിംഗ് ഇരിക്കുന്നത് ഏത് പ്ലെയിനിലാണ്? ഇറ്റ് ഈസ് ആക്ച്വലി പ്രസന്റ് ഇൻ ദി ഇസഡ് വൈ പ്ലെയിൻ. സോ ദിസ് ഇസ് ആക്ച്വലി 2 cycles. ദ ബോട്ടം പാർട്ട് ഈസ് ഇൻ ഇസഡ് വൈ പ്ലെയിൻ ആൻഡ് ഈ ഒരു പാർട്ട് ഇരിക്കുന്നത് നിങ്ങളുടെ എക്സ് ഇസഡ് പ്ലെയിനിലാണ്. ഓക്കെ, സോ ദ ടോപ്പ് പാർട്ട് ഈസ് ഇൻ ദി എക്സ് ഇസഡ് പ്ലെയിൻ. So visualize ചെയ്യാൻ difficulty ഉണ്ടെങ്കിൽ you try to look at this coordinate system and with reference to that you can actually easily visualize this. Okay, now നിങ്ങളുടെ ടോപ്പ് പാർട്ടിലുള്ള സബ്സ്റ്റിറ്റ്യൂവൻസ് യു ഹാവ് 2 methyl groups. അതിൽ ഈ ഫ്രണ്ടിൽ ഇരിക്കുന്ന കാർബണിലുള്ള മീഥൈൽ ഗ്രൂപ്പ് പോയിരിക്കുന്നത് ലെഫ്റ്റ് സൈഡിലേക്കാണ്, റൈറ്റ്, ലെഫ്റ്റ് സൈഡിലേക്ക്. സോ ഐ എം ഗോയിങ് ടു ഡ്രോ ഇറ്റ് ടു ദി ലെഫ്റ്റ് സൈഡ് ആൻഡ് ബാക്ക് സൈഡിലുള്ളത് പോയിരിക്കുന്നത് റൈറ്റ് സൈഡിലേക്ക്. സോ ഐ എം ഗോയിങ് ടു ഡ്രോ ഇറ്റ് ടു ദി റൈറ്റ് സൈഡ്. അതിൻ്റെ അർത്ഥം യു ആർ ഹാവിങ് ഫ്രണ്ട് കാർബണിൽ റൈറ്റ് സൈഡിലേക്ക് ഒരു ഹൈഡ്രജനും ബാക്ക് കാർബണിൽ ലെഫ്റ്റ് സൈഡിലേക്ക് ഒരു ഹൈഡ്രജനും ഉണ്ടെന്നും കൂടിയാണ്. ഓക്കെ, യു ക്യാൻ തിങ്ക് ഇറ്റ് ഇൻ ദാറ്റ് വേ ഓൾസോ. സോ ഇഫ് അങ്ങനെ ഒരു ഡിഫിക്കൽറ്റി ഉണ്ടെങ്കിൽ യു ക്യാൻ ഡ്രോ ദാറ്റ് ഓൾസോ. ഓക്കെ, നൗ വേർ എക്സാക്ട്ലി ഇസ് ദിസ് S4 axis present? Okay, I'll try to draw. Yeah. Okay, if you are visualizing an axis here, and if I'm doing a C4 operation, what will happen? നിങ്ങളൊരു 90 degree tilt ചെയ്താൽ എന്ത് സംഭവിക്കും? നിങ്ങളുടെ ടോപ്പ് സൈഡിലുള്ള റിംഗ് വിച്ച് ഈസ് നത്തിങ് ബട്ട് ദി എക്സ് സെറ്റ് പ്ലെയിൻ 90 degree റൊട്ടേറ്റ് ചെയ്താൽ എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ go to this direction, അല്ലെ, ഈ ഒരു ഡയറക്ഷനിലേക്ക് പോകും. ദിസ് ഇസ് ദി ന്യൂ ഡയറക്ഷൻ അല്ലെങ്കിൽ ന്യൂ സ്പേസ്, അല്ലെ. നിങ്ങളുടെ എക്സ് പ്ലെയിനെ ഒരു 90 degree ടിൽറ്റ് ചെയ്താൽ, ക്ലോക്ക് വൈസ് ടിൽറ്റ് ചെയ്താൽ ഇറ്റ് വിൽ ഗോ ടു ദിസ് ഡയറക്ഷൻ, കറക്റ്റ്, വിച്ച് ഇസ് നത്തിങ് ബട്ട് ദി ഇസഡ് വൈ ഒരു പ്ലെയിനിൻ്റെ ആ ഒരു സ്പേസിലേക്കാണ് നിങ്ങളുടെ എക്സ് പ്ലെയിനിൽ നിന്നിരുന്ന ആൾക്കാർ പോവുക. അപ്പോൾ ഇഫ് ഐ എം ഡൂയിങ് എ C4, ബേസിക്കലി നിങ്ങളുടെ ടോപ്പ് സൈഡിലുള്ള റിംഗ് എന്തായി? പ്ലെയിനിലായി മാറും, കറക്റ്റ്. ഇറ്റ് വിൽ ഹാപ്പൻ ടു എക്സിസ്റ്റ് ഇൻ എ പ്ലെയിൻ after the C4 operation. Okay, സോ അത് കൂടാതെ ഇനി മിഥൈൽ ഗ്രൂപ്പിന് എന്ത് സംഭവിക്കും? ഇവിടെ മിഥൈൽ ഗ്രൂപ്പിനെ ഫോളോ ചെയ്യണമെങ്കിൽ യു ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് യുവർ ഹൈഡ്രജൻ ഈസ് ഓൾസോ പ്രസന്റ്. ഓക്കെ, സോ ഫ്രണ്ടിലെ ഹൈഡ്രജൻ റൈറ്റ് സൈഡിലായിരുന്നു, മിഥൈൽ ലെഫ്റ്റ് സൈഡിലാണ്, അല്ലേ. അപ്പോൾ ഞാൻ ഇതിനെ ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്താൽ യുവർ മിഥൈൽ ഗ്രൂപ്പ് വിൽ ഗോ ടു ദി ബാക്ക് സൈഡ് and your hydrogen will remain in the front side. Okay, I'll just draw the hydrogen here for sake. Okay, similarly what will happen to this methyl group on the back side? It will come towards you. If you are having any difficulty, you can better try to use a model also if it is very difficult, so that will be a learning point also. Okay, there is a positive charge here, I just forgot. Yeah, I'll put it anyway. This is what happens on the top side. ഇനി ഇതിന്റെ bottom side ൽ എന്ത് സംഭവിക്കും? ബോട്ടം സൈഡിലെ റിംഗ് ഓൾറെഡി ഇരിക്കുന്ന പ്ലെയിൻ ഏതാണ്? ഇറ്റ് ഈസ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ഇൻ ദി ഇസഡ് വൈ പ്ലെയിൻ. നൗ ഇഫ് ഐ എം ഡൂയിങ് എ 90 degree rotation, it will come to this plane. Which is that plane? ZX plane, അല്ലേ, ZX plane. അപ്പോൾ ബേസിക്കലി ഇവിടെ എന്താണ് സംഭവിച്ചത്? XZ പ്ലെയിനിലുള്ള ആൾക്കാർ ZY പ്ലെയിനിലേക്ക് പോകും, ZY പ്ലെയിനിലുള്ള ആൾക്കാർ XZ പ്ലെയിനിലേക്ക് പോകും, റൈറ്റ്. സോ ഈ ഒരു പ്ലെയിനിൽ എക്സിസ്റ്റ് ചെയ്ത ആൾക്കാർ ഒറിജിനലി ZY പ്ലെയിനിലായിരുന്നു എക്സിസ്റ്റ് ചെയ്തത്. ഇറ്റ് വിൽ ഗോ ടു ദി XZ പ്ലെയിൻ, അല്ലെ. XZ പ്ലെയിനിൽ പോയാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു സബ്സ്റ്റിറ്റ്യൂവൻ നമ്മുടെ നേരെയും ഒരു സബ്സ്റ്റിറ്റ്യൂവൻ നമ്മുടെ എവേയുമായിട്ട്. സോ ദ റിംഗ് വിൽ ബി ഇൻ സച്ച് എ വേ ദാറ്റ് വൺ ഓഫ് ദി കാർബൺ വിൽ ബി ടുവേർഡ്സ് us. Okay, the other carbon will be away from us. All right, now what will happen to the methyl groups? Okay, ഈ methyl ഗ്രൂപ്പിന് എന്ത് സംഭവിക്കും? നിങ്ങൾ നോക്കിയേ, ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്താൽ ദിസ് methyl group is already towards us, അല്ലേ. ഇത് നമ്മുടെ നേരെയുള്ള കാർബൺ ആണ്, അല്ലേ. അപ്പോൾ ഈ ഒരു കാർബൺ ആണ് നിങ്ങൾക്ക് ഫ്രണ്ടിലായിട്ട് വരുന്നത്. ഐ വിൽ ട്രൈ ടു പുട്ട് ഇറ്റ് ഇൻ ദി ഗ്രീൻ കളർ. ദിസ് വിൽ ഹാപ്പൻ ടു കം ടുവേർഡ്സ് ദി ഫ്രണ്ട് സൈഡ്. അപ്പോൾ ഈ ഒരു മിഥൈൽ ഗ്രൂപ്പ് എവിടെ പോകും? will it be on to the left side or to the right side? അത് മാത്രമാണ് ചോദ്യം. അത് നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാൻ ഡിഫിക്കൽട്ടി ഉണ്ടെങ്കിൽ വാട്ട് യു ക്യാൻ ഡു, യു ക്യാൻ ഡ്രോ ദി ഹൈഡ്രജൻ ഓൾസോ. ഹൈഡ്രജൻ ഈസ് ഓൾറെഡി ടു ദി ബാക്ക് സൈഡ്. അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങൾ ഈ ഒരു ഐഡിയ ഉണ്ടാക്കാൻ യു ക്യാൻ ആക്ച്വലി ഡ്രോ ദിസ് പാർട്ട് ആൻഡ് സീ ഇറ്റ് ഫോർ യുവർ സെൽഫ്. ഹൈഡ്രജൻ ഈസ് ടുവേർഡ്സ് ദി ബാക്ക് സൈഡ്, മിഥൈൽ ഈസ് ടുവേർഡ്സ് ദി ഫ്രണ്ട് സൈഡ്. ഓക്കെ, so basically I am trying to do a rotation here, in the rotation I am trying to
do a rotation in such a way that methyl is coming to this side, hydrogen is following that trajectory. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബോണ്ട് ഈ ഒരു പ്ലെയിനിൽ നിൽക്കാതെ പകരം ഈ ഒരു പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ZY പ്ലെയിനിലാണ്, ഇറ്റ് വിൽ കം ടു ദി XZ പ്ലെയിൻ അല്ലേ. ഇങ്ങനെ നിന്ന ഒരാൾ എങ്ങോട്ടേക്ക് പോകും? ഇറ്റ് വിൽ ട്രൈ ടു റൊട്ടേറ്റ് ഇൻ ദിസ് വേ, കറക്റ്റ്. സോ ഒറിജിനലി ഈ മോളിക്യൂൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്, അതിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് ഈ ഒരു രീതിയിലാക്കുക. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന സബ്സ്റ്റിറ്റ്യൂന്റ് അതിൻ്റെ കൂടെ എന്ത് ചെയ്യും? സപ്പോസ് ദർ ഇസ് എ സബ്സ്റ്റിറ്റ്യൂന്റ് ഹിയർ അല്ലേ, എന്ത് ചെയ്യും? ഇഫ് യു ആർ റൊട്ടേറ്റിംഗ് ഇറ്റ് വിൽ ഓൾസോ കം അലോങ് അല്ലേ. സോ നേരത്തെ നിന്ന ഈ രീതിയിലാണെങ്കിൽ ഇറ്റ് വിൽ കം അലോങ്. So you try to imagine that rotation. So this is your basic understanding you should be requiring in the stereochemistry. We are not going to do that right now. We are just going to say how it is actually happening. So what exactly is happening? Methyl in the left side like hydrogen will come to the right side. So methyl ne matram nammal track cheyidondo we can write the methyl to the left side. Similarly back side like carbon le methyl engottekku pogum, it will go to the right side. So this is what you will get after the C4 rotation. Okay, so now I'll just try to copy. Okay, so this is our rotated system. Now I'll just try to remove this color. Okay, now if I'm taking a sigma perpendicular, you can take a sigma here. Yeah, I'm doing a sigma operation. The sigma should be perpendicular to the initial CN axis. So C4 നമ്മൾ ചെയ്തത് ഈ ഒരു ഡയറക്ഷനിലാണ്, റൈറ്റ്. സോ സിഗ്മ ഷുഡ് ബി പെർപെൻഡിക്കുലർ ടു ദാറ്റ്. സോ ഐ ടുക്ക് എ സിഗ്മ. ഞാനൊരു ലൈൻ മാത്രമേ റെപ്രസെന്റ് ചെയ്തുള്ളൂ, അതിൻ്റെ അർത്ഥം ഇറ്റ് ഈസ് നോട്ട് എ ലൈൻ. സിഗ്മ ഇസ് ഓൾറെഡി എ പ്ലേൻ ദാറ്റ് യു ഓൾറെഡി നോ. ഓക്കെ, നൗ ഇഫ് ഐ എം ഡൂയിങ് എ സിഗ്മ ഓപ്പറേഷൻ വാട്ട് വിൽ ഹാപ്പൻ? നിങ്ങളുടെ ടോപ്പ് പാർട്ട് ബോട്ടത്തിലേക്ക് റിഫ്ലക്റ്റഡ് ആകും, ബോട്ടം പാർട്ട് ടോപ്പിലേക്ക് റിഫ്ലക്റ്റഡ് ആകും, റൈറ്റ്. സോ യുവർ ടോപ്പ് പാർട്ട് വിച്ച് ഈസ് ഇൻ ദി XY plane ബോട്ടത്തിലേക്ക് വരും അല്ലെ. ബോട്ടത്തിലേക്ക് വരുമ്പോൾ എന്താ സംഭവിക്കുക? സോ ദിസ് വിൽ ഗോ ടു ദി ബോട്ടം സൈഡ് ആൻഡ് സിമിലർലി XZ വിൽ ഗോ ടു ദി ടോപ്പ് സൈഡ്. ഓക്കെ, സോ നിങ്ങളുടെ ഈ ഒരു പോർഷൻ കംപ്ലീറ്റ്ലി റിഫ്ലക്റ്റഡ് ആയിട്ട് താഴേക്ക് വരും. സോ ഐ ആം ഗോയിങ് ടു ഡ്രോ ഇറ്റ് ഇൻ ആൻ ഇൻവേർട്ടഡ് വേ. അതിനുവേണ്ടി ആദ്യം ഞാൻ എന്ത് ചെയ്യും? ഐ ഡ്രോ ദി നൈട്രജൻ. ആൻഡ് ബോട്ടം പാർട്ടിൽ നമ്മുടെ സബ്സ്റ്റിറ്റ്യൂവൻസിനെ ഏത് പ്ലെയിനിൽ വരയ്ക്കണം? ZY പ്ലെയിൻ. ഏതാണ് ZY പ്ലെയിൻ? ദിസ് ഇസ് ZY പ്ലെയിൻ, റൈറ്റ്. ഓക്കെ, നൗ മിഥൈൽ ഗ്രൂപ്പ് എവിടെയാണ് ഇരിക്കുന്നത്? ഈ കാർബൺ ആണ്, ഈ കാർബൺ. ദിസ് റൈറ്റ് സൈഡ് കാർബൺ ഈസ് ദിസ് കാർബൺ. ഓക്കെ, ദിസ് ലൈൻ ഈസ് ദിസ് ലൈൻ. ഓക്കെ, സോ നിങ്ങളുടെ ഈ ലെഫ്റ്റിലെ മിഥൈൽ ഗ്രൂപ്പ് താഴെ റിഫ്ലക്റ്റഡ് ആയി വരുമ്പോൾ ഇറ്റ് ഷുഡ് ബി ടുവേർഡ്സ് ദി ബാക്ക് സൈഡ്, ബിക്കോസ് ഓൾറെഡി അത് ബാക്ക് സൈഡിലാണ് ഇരിക്കുന്നത്, കറക്റ്റ്. So I'll draw it. Similarly right side എന്താണ്? It is already towards the front side. Okay, similarly your bottom half will be reflected back to the top side അല്ലേ. അങ്ങനെയാണെങ്കിൽ you'll get this structure, right. So ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്ന മിഥൈൽ ഗ്രൂപ്പ് ഈസ് ടുവേർഡ്സ് ദി ലെഫ്റ്റ് സൈഡ് ആൻഡ് ഹിയർ ഇറ്റ് ഈസ് ടുവേർഡ്സ് ദി റൈറ്റ് സൈഡ്. So this will be your structure after the corresponding sigma. അതായത് നിങ്ങൾ ഒരു C4 ചെയ്തു, after that you did a sigma H, you'll be basically getting this orientation and this is nothing but a complete S4 operation. അല്ല, S4 operation ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് ഇതാണ്. So where did you actually start from? നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ഏത് പോയിന്റിൽ നിന്നാണ്? ഈ പോയിന്റിൽ നിന്നാണ്. So if I'm just putting it here just for the sake of comparison, okay, can see that okay, I'll just remove the color. These are identical. So if after S4 operation you are getting an identical configuration, means your molecule is having an S4 symmetry. Alright, അപ്പോൾ S4 എലമെന്റ് അതിന് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ മോളിക്യൂളിൽ അല്ലേ. അപ്പോൾ ഓൾറെഡി നമുക്കറിയാം SN ആക്സിസ് ഉണ്ടെങ്കിൽ ദാറ്റ് മോളിക്യൂൾ വിൽ ബി അക്കൈറാൽ. അപ്പോൾ ഈ മോളിക്യൂളിൽ S4 ഉണ്ടെന്ന് നമ്മൾ കണ്ടു ആൻഡ് ആസ് എ റിസൾട്ട് ഓഫ് ദാറ്റ് ദിസ് മോളിക്യൂൾ വിൽ ബി അക്കൈറാൽ. ഈവൻ ദോ കൈറാൽ സെന്റർ ഉള്ള പോലെ നിങ്ങൾക്ക് തോന്നുമെങ്കിലും
this molecule is not chiral, it is achiral because of the presence of S4 symmetry. അപ്പോൾ നിങ്ങളുടെ ഓപ്ഷൻ ഏതാണ്? You can see that option B in this particular ഈ ഒരു സീക്വൻസ് ഓഫ് ഓപ്ഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് it is nothing but the option B. It has S4 symmetry and hence achiral. Okay, so that is kind of an easy question for those who actually know stereochemistry aspects very well. For others it will be a little bit difficult, so അതുകൊണ്ട് ഇതിനെ ഒരു moderate level question വേണമെങ്കിൽ നമുക്ക് വിളിക്കാം, but mostly ആ ഇൻഫർമേഷൻ ഡൊമൈനിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ you can easily say that is an easy question. Okay, now we'll move on to the next question. This is actually a good question, but this is actually straight away നിങ്ങൾക്ക് ഒരു നോൺ കോൺസെപ്റ്റ് ആണ്. മോസ്റ്റ്ലി ഈവൻ യു ക്യാൻ റെഫർ ദി വെരി സ്റ്റാൻഡേർഡ് ബുക്സ്. ക്യാരക്ടേഴ്സിലൊക്കെ ഇതിൻ്റെ എക്സാമ്പിൾ അതേപടി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതായത് ഒരു C ഫോർമേഷൻ്റെ ഒരു സ്റ്റാൻഡേർഡ് വേ ആണ്. നിങ്ങൾ യു സ്റ്റാർട്ടിങ് ഫ്രം ആൻ ആൽക്കൈൻ യൂസിങ് hydroboration followed by functionalization using corresponding halogens. Okay, so the whole idea is how exactly this mechanism is happening എന്നൊരു ജസ്റ്റ് ഐഡിയ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആൻസർ എഴുതാൻ പറ്റും. If you are already familiarized with this concept, ഇതൊരു ഈസി ക്വസ്റ്റ്യൻ ആണ്. Okay, so how exactly is this reaction happening? You are having a terminal alkyne, okay, and you are using catechol borane. The catechol borane എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? I'm not going to into the mechanism, but still this is the catechol അല്ലേ? ഈ catecholനെ ഒരു BH3 ആയിട്ട് ട്രീറ്റ് ചെയ്താൽ you are getting an attack and you will be able to form a new borane. Okay, if I'm drawing this structure, this will be that new borane. This is called catechol borane. Okay, so ഇവിടെ ഒരു BH bond ഉണ്ട്. It will be able to do a hydroboration for onto an unsaturated system. അപ്പോൾ നമ്മുടെ unsaturated system ഏതാണ്? You are having R എന്ന് പറഞ്ഞാൽ C6H13 ആണ്. I'm not going to expand it. So if you are treating this together, you will actually get RH. Okay, your hydrogen from the catechol borane will go to the left side and your boron will be here. Okay, now the rest of the part will be here. Okay, so this is what you will get after the first step, catechol borane. Normally in this reaction condition, you can see that normally നിങ്ങൾ വാട്ടർ യൂസ് ചെയ്യുന്ന കാണാം. ഇഫ് യു ആർ യൂസിങ് വാട്ടർ, ഈ catechol borane ക്ലീവ് ആയിട്ട് catechol പോകും. പകരം ഇവിടെ എന്താണ് ഒരു BOH ഒരു ബോറിക് ആസിഡിന്റെ ഡെറിവേറ്റീവ് ആയിട്ട് നിൽക്കും. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഹാലോജനേഷന്റെ ഫംഗ്ഷണലൈസേഷൻ ചെയ്യുന്നത്. പക്ഷേ ഈവൻ ദോ അങ്ങനെ ചെയ്തില്ലെങ്കിൽ you can still get the same product. So after that what is going to happen? You are adding BR2 ആഡ് ചെയ്യുമ്പോൾ bromonium ion ഉണ്ടാവും അല്ലേ? bromonium ion, if I am drawing, I'll draw it in a perspective way, that will be better. Okay, so the R group is already towards the back, the hydrogen to the front. Here the hydrogen is towards the back and your boron species, I'll just write as Br prime 2. Okay, this whole part Br prime എന്ന് ഞാൻ എഴുതിയേ ഉള്ളൂ. Okay, now we have to draw the bromine. Okay, I just preferred that bromine തൽക്കാലം for the timing ടോപ്പിൽ നിന്ന് അപ്രോച്ച് ചെയ്ത് ഞാൻ അസ്യൂം ചെയ്യുകയാണ്. You can draw it in the other way also, you will end up in getting the same product. Okay, so this is the bromonium ion that is formed. Now what will happen? You have a Br minus also existing, right? Br minus also existing. Okay, so first the complete bromination is being done. You can see that from the condition Br2 is given, and after that it is written that then sodium methoxide. First the bromine addition is completed, then you are adding NaOMe. There is a change in order. If there is a change in order, you will be getting the opposite product. Okay, you can refer any standard textbook for that particular thing, or if you are pretty much good നല്ലൊരു പ്രിപ്പറേഷനോട് കൂടിയാണ് നിങ്ങൾ ഈ ഒരു കൺസെപ്റ്റുകളൊക്കെ കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ you can go back and check it in your note and you can see it for yourself. Okay, so what will happen? Br minus എന്താണ് Br minus? It can come and attack. Okay, so it can attack here or it can attack here as well. Okay, so two possibilities are there. രണ്ട് പോസിബിലിറ്റിയിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന ഡൈക്രോമോ കോമ്പൗണ്ട് നെക്സ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾക്ക് തരുന്നത് ഒരേ പ്രോഡക്റ്റ് ആയിരിക്കും. യു ക്യാൻ വെരിഫൈ ഇറ്റ് ഫോർ യുവർ സെൽഫ്. സോ ബിക്കോസ് ഓഫ് ദാറ്റ് ഐ എം ജസ്റ്റ് ഗോയിങ് ടു റൈറ്റ് വൺ പെർട്ടിക്കുലർ പ്രോഡക്റ്റ് ഹിയർ. ഓക്കെ, സോ the product will be like this, very simple. You will be able to form the corresponding diagram of compound. So I'll just copy this. Okay, so yeah,
Your bromine is going to attack from this side, hence this bond is going to break, and the pair of electrons എന്താണ് നിങ്ങളുടെ ബ്രോമോണിയത്തിലെ Br പ്ലസിനെ ന്യൂട്രലൈസ് ചെയ്യും അല്ലേ, right? So this will be the product after the dibromination. After that you are adding NaOMe. You are having OMe minus in NaOMe, and boron is having a vacant p orbital. What will happen? OMe minus can go and form a bond with the boron, and it will give you it will give you something like this. Sorry. So if you are adding OMe minus into the system, OMe minus will go and attack this boron, and you will be getting a complex where boron is having a negative charge. So because of this, what can happen? Because of this, now ഇതിൽ ഏതെങ്കിലും ഒരു pair of electrons, the boron is highly saturated with electrons, right? Highly saturated with electrons. അപ്പോൾ ഇതിൽ നിന്ന് pair of electrons can always go. അങ്ങനെ പോയാൽ മാത്രമാണ് boron ഒരു കംപ്ലീറ്റ് ചാർജ് സ്റ്റെബിലിറ്റി. ഇപ്പോൾ ഒരു ഒക്ടറ്റ് സ്റ്റെബിലിറ്റി ഉണ്ട്, ബട്ട് സ്റ്റിൽ ചാർജ് ഒരു ന്യൂട്രാലിറ്റിയിൽ എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ ബോറോണുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ബോണ്ടുകളെല്ലാം ഹൈലി ലബൈലായിട്ടായിരിക്കും നിൽക്കുക. ഇറ്റ് ഈസ് ഓൾവേസ് റെഡി ടു ഡൊണേറ്റ് ദാറ്റ് പെയർ ഓഫ് ഇലക്ട്രോൺസ്. അങ്ങനെ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇതിൻ്റെ അഡ്ജസൻ കാർബണിൽ ഒരു ബ്രോമിൻ ഉള്ളത്, വിച്ച് ഈസ് നത്തിങ് ബട്ട് എ ലിവിംഗ് ഗ്രൂപ്പ് അല്ലേ. ഇനി എന്തുമാത്രം നോക്കിയാൽ മതി, യുവർ ലിവിംഗ് ഗ്രൂപ്പ് ആൻഡ് ദിസ് പെയർ ഓഫ് ഇലക്ട്രോൺ ഷുഡ് ബി ആൻറ്റി പെരിപ്ലാനർ. ആൻറ്റി പെരിപ്ലാനർ ആയിട്ടുള്ള കോൺഫിഗറേഷനിൽ നിങ്ങൾക്ക് ഒരു എലിമിനേഷൻ നടക്കും അല്ലേ. അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ബേസിക്കലി ഈ ഫ്രണ്ടിലേക്ക് ഇരിക്കുന്ന CBr ബോണ്ടിനെ ഈ റെഡ് ബ്രൗണിനെ ആൻറ്റി പെരിപ്ലാനർ ആയിട്ട് ആക്കുക. അങ്ങനെ ആക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? യു ജസ്റ്റ് ഹാവ് ടു റൊട്ടേറ്റ് ദിസ് ബോണ്ട്, റൈറ്റ്? റൊട്ടേറ്റ് ദിസ് ബോണ്ട് ഈ ഒരു പൊസിഷനിലേക്ക്, ഈ ബ്രോമിൻ ഇരിക്കുന്ന പൊസിഷനിലേക്ക് നിങ്ങൾക്ക് ഈ Br2 ബോണ്ടിനെ കൊണ്ടുവരണം. അങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ ഇറ്റ് വിൽ ബി സിമ്പിൾ. Again, I will make a copy of this, so we always better, right? Yeah. So I'm just going to remove this arrow. So what I'm going to do, okay, so while I'm rotating that, it will be the boron species will go to the upside. Okay, so you will have BOMER'2 negative charge, and your bromine, the other bromine will go to the back side because of the rotation. Okay, and what will come to the front side? Your hydrogen will come to the front side. Okay, now you can see it for yourself that this pair of electrons and the pair of electrons associated with bromine endana anti-periplanar. Hence what can happen? Easily this anti-elimination can happen, which will lead to the formation of a nice olefin. You can see it for yourself, a nice olefin. Then the perspective form will then R is towards the back side, bromine is towards the back side, this hydrogen is towards the front side, this hydrogen is towards the front side. Then ഞാൻ completely planar form il വരയ്ക്കുകയാണെങ്കിൽ you can see that R ഉം Br ഉം ഏത് ഒരേ ഡയറക്ഷനിലാണ് അല്ലേ, ഒരേ ഡയറക്ഷനിലാണ് അല്ലേ. ഞാൻ ഹൈഡ്രജൻസ് വരയ്ക്കേണ്ട കാര്യമില്ല അല്ലേ. അതായത് R ഗ്രൂപ്പ് ഏതാണ്? C6H13. I will rewrite it, C6H13, right? So this will be your final product. This will be a final product where C6H13 and bromine are cis to each other. Okay, so you can see that such an option is there. Option C, right? Option C. So this product will be the correct answer. Okay, yeah. All right, so we'll move on to the next question. You can fast. Okay, so this one, you have a cyclic ketone and നിങ്ങൾക്ക് അതിൻ്റെ ആൽഫ പൊസിഷനിൽ നിന്ന് ബ്രാഞ്ച്ഡ് ആയിട്ടൊരു എന്താണ് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ പോയിട്ടുണ്ട് അല്ലേ. അതിൽ കുറച്ചങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ യു ഹാവിങ് ആൻ ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് എസ്റ്റർ. നിങ്ങൾക്ക് കാണാൻ സാധിക്കും സമേരിയം അയഡൈഡ് യൂസ് ചെയ്തിട്ടുണ്ട്, THF then മെത്തനോൾ. അപ്പോൾ സമേരിയം അയഡൈഡ് ഒരു കാർബണൈൽ കോമ്പൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ then it is ബേസിക്കലി എന്താണ് ഒരു സിംഗിൾ ഇലക്ട്രോൺ ട്രാൻസ്ഫർ റിയാക്ഷനാണ്. സമേരിയം അയഡൈഡ് ഒക്കെ നിങ്ങളുടെ പിനക്കോൾ കൈൻഡ് ഓഫ് റിയാക്ഷൻ പോലെയാണ്. നിങ്ങളുടെ മഗ്നീഷ്യം യൂസ് ചെയ്യുന്ന പോലെ, അല്ലെങ്കിൽ ടൈറ്റാനിയം യൂസ് ചെയ്യുന്ന പോലെ, ഈവൻ സോഡിയം യൂസ് ചെയ്യുന്ന പോലെ അസൈലോയിൻ കണ്ടൻസേഷനും പിനക്കോൾ ഫോർമേഷൻ, ഈവൻ ദി മാക്മുറെ കൈൻഡ് ഓഫ് കപ്ലിംഗ്, ഇതെല്ലാം പോകുന്നത് ഒരു കൈൻഡ് ഓഫ് മെക്കാനിസത്തിൽ കൂടിയാണ്. അതുപോലെ തന്നെയാണ്. സോ അതിനെ കോമൺ ആയിട്ട് പറയുന്നത് റിഡക്റ്റീവ് മെക്കാനിസം എന്നാണ്. എങ്ങനെയാണ് റിഡക്ഷൻ നടക്കുന്നത്? നിങ്ങളുടെ ഇലക്ട്രോൺ നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്യപ്പെടുമ്പോൾ ഇറ്റ് വിൽ ഗെറ്റ് റിഡ്യൂസ്ഡ് അല്ലേ. സോ ഈ ഇതുമായിട്ട് കപ്പിൾ ചെയ്തിട്ട് യു വിൽ ബി ഹാവിങ് റിഡക്റ്റീവ്
കപ്ലിംഗ്, റിഡക്റ്റീവ് കപ്ലിംഗ് അല്ലെ, ഇപ്പോൾ പിനപ്പോൾ കപ്ലിംഗ് ഒക്കെ റിഡക്റ്റീവ് കപ്ലിംഗ് ആണ്, അല്ലെങ്കിൽ റിഡക്റ്റീവ് സൈക്ലൈസേഷൻ വിച്ച് യു ആർ ഗോയിങ് ടു സീ ഹിയർ അല്ലെ. ഇപ്പോൾ സമേരിയം അയോഡൈഡ് എന്താണ് ചെയ്യുന്നത്? ഇറ്റ് വിൽ ഡൊണേറ്റ് ആൻ ഇലക്ട്രോൺ ടു ദി മോസ്റ്റ് റിയാക്റ്റീവ് കാർബണേറ്റ്, അതേതാണ് നിങ്ങളുടെ കീറ്റോൺ അല്ലെ. അപ്പോൾ കീറ്റോണിലേക്ക് 1 ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യും അല്ലെ. ഒരു ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ എക്സിസ്റ്റ് ഇൻ 2 ഫോംസ്. അപ്പോൾ ഞാൻ ഇവിടെയുള്ള സബ്സ്റ്റിറ്റ്യൂറ്റിനെ ഫോർ ദി ടൈം ബീങ് 6 എന്നിരിക്കുകയാണ് ആൽഫ പൊസിഷനുള്ളത്. യുവർ കീറ്റോൺ ഓൺ ട്രീറ്റ്മെൻറ്റ് വിത്ത് സമേരിയം അയോഡൈഡ്. സമേരിയം അയോഡൈഡിൽ നിങ്ങളുടെ സമേരിയം എന്താണ്? +2 ആണ് അല്ലേ. ഓക്കെ, സോ വാട്ട് വിൽ ഹാപ്പൻ? 1 ഇലക്ട്രോൺ വിൽ ഗെറ്റ് ആഡഡ്. നോർമലി ഇത് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഫോം എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. 1 ഇലക്ട്രോൺ വിൽ ബി ഗോയിങ് ടു ദിസ് കാർബണൈൽ കാർബൺ. അപ്പോൾ ഈ 2 പെയർ ഓഫ് ഇലക്ട്രോൺസ് ഓക്സിജനിലേക്ക് ഷിഫ്റ്റഡ് ആകും. യു വിൽ ഗെറ്റ് എ നെഗറ്റീവ് ചാർജ് ഹിയർ അല്ലേ. അപ്പോൾ ഇലക്ട്രോൺ വന്നത് സമേരിയത്തിൽ നിന്നാണ്. സമേരിയം ഓൾറെഡി +2 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്, വിച്ച് മീൻസ് സമേരിയം വിൽ ബി പുതിയ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്തായിരിക്കും? സമേരിയം +3. അപ്പോൾ ഇവിടെ നിൽക്കുക എന്താണ്? സമേരിയം യു വിൽ ഹാവ്, സോറി ഐ യൂസ് ദ സെയിം കളർ, ദാറ്റ് വിൽ ബി ബെറ്റർ അല്ലേ. സമേരിയം I2, സമേരിയം വിൽ ബി ഹാവിങ് എ +3 ചാർജ് അല്ലേ. അപ്പോൾ ഈ ഒരു കോംപ്ലക്സിന് മൊത്തത്തിൽ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടായിരിക്കും. ഐ എം ജസ്റ്റ് ഗോയിങ് ടു റൈറ്റ് ദാറ്റ് അല്ലേ. സോ ഇറ്റ് വിൽ ബി ഹാവിങ് എ പ്ലസ് ചാർജ്. ഇത് സ്റ്റെബിലൈസ് ആയിട്ട് നിൽക്കും അല്ലേ. സോ യു ക്യാൻ ഐദർ റൈറ്റ് ഇൻ ദിസ് വേ ഓർ യു ക്യാൻ റൈറ്റ് OSMI2. ദാറ്റ് വിൽ ബി ബെറ്റർ. അപ്പോൾ ജസ്റ്റ് ഒരു ചാർജ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഈ രീതിയിൽ ഞാൻ എഴുതിയത്. ഓക്കെ, ഡോണ്ട് മിസ് ദി ആൽഫ സബ്സ്റ്റിറ്റ്യൂഷൻ. ഈ രീതിയിൽ നിൽക്കാം. ഇറ്റ് ക്യാൻ ഓൾസോ എക്സിസ്റ്റ് ഇൻ അനദർ പോസിബിൾ വേ where the radical is existing on oxygen and your carbon is having a negative charge. This is also another possible way. These are actually kind of, you can call it as resonance structures. Okay, these 2 possible structures could be എന്താണ് എക്സിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇതിൽ കൂടുതൽ റിയാക്റ്റീവ് ആയിട്ടുള്ളതും കൂടുതൽ കാണാൻ പറ്റുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ റാഡിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത് ദി ഫസ്റ്റ് മോളിക്യൂൾ ആയിരിക്കും. കാരണം ദർ ഇസ് 2 റീസൺ ഫോർ ദാറ്റ്. ഫസ്റ്റ് ഓഫ് ഓൾ, നിങ്ങളുടെ കാർബണിൽ ഇലക്ട്രോൺ ഇരിക്കുന്നത് കാർബൺ can actually form better CC bond, thermodynamically stable bond ഉണ്ടാക്കാൻ പറ്റും. സോ ഇൻ റിയാക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ദാറ്റ് വിൽ ബി ഫെസൽ ട്രാൻസ്ഫോർമേഷൻ. ദാറ്റ് ഈസ് 1 thing. രണ്ടാമത്തേത്, നെഗറ്റീവ് ചാർജസ് ബെറ്റർ സ്റ്റെബിലൈസ്ഡ് ഓൺ ആൻ ഓക്സിജൻ അല്ലേ. സോ ആ 2 ആസ്പെക്റ്റിൽ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ട്രക്ചർ predominantly കൺസിഡർ ചെയ്താൽ മതി. If you want to read more about that, you can actually go and see the radical chemistry, why this is exactly happening. You will get a better idea. If you don't have that idea, for the time being, we can look into this mechanism based on the first ഏത് ആദ്യത്തെ വരച്ചിരിക്കുന്ന ഒരു സ്ട്രക്ചർ മതി. ഓക്കെ, ദ റീസൺ ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. ഓൾറൈറ്റ്, സോ because of that I'm just going to keep the structure aside for the time being. Alright, okay, now what can happen? ഞാൻ ഈ R ഗ്രൂപ്പിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യും. Before that I'll just simplify this structure. That will be better because we don't need this charge for the time being. OSMI2. Okay, so ഇവിടെ ഒരു റാഡിക്കൽ ഉണ്ട് അല്ലേ. ആൻഡ് ഹിയർ യു ഹാവ് ആർ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് കാണാം 2 CH2. അത് കഴിഞ്ഞിട്ട് യു ആർ ഹാവിങ് an alpha beta unsaturated ester, റൈറ്റ്. അപ്പോൾ ഇവിടെ ഒരു നൈസ് ടെംപ്ലേറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് കാണാം ഈ ഒരു റാഡിക്കൽ ഇരിക്കുന്ന കാർബണിൽ നിന്ന് കൗണ്ട് ചെയ്താൽ 1 2 3 4 5, 5th നമ്പറിലേക്ക് വരുമ്പോൾ യു ആർ എൻകൗണ്ടറിങ് an sp2 കാർബൺ അല്ലെ, ഒരു ഒളിഫീനെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആൻഡ് റാഡിക്കൽ ആർ ഇങ്ങനെ ഒരു ക്ലോസ്ലി സ്പേസ്ഡ് ആയിട്ട് ഒരു ഒളിഫീൻ ഉണ്ടെങ്കിൽ ഇറ്റ് വിൽ ഇനിഷ്യേറ്റ് എ സൈക്ലൈസേഷൻ ബിക്കോസ് 5 membered ring formation is really feasible. നിങ്ങൾ ബാൾവിൻ്റെ ഉള്ളിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ വാട്ട് കൈൻഡ് ഓഫ് സൈക്ലൈസേഷൻ വിൽ ബി ദിസ് വൺ നിങ്ങൾക്ക് ഈസിലി കാണാൻ പറ്റും. എന്ത് സൈക്ലൈസേഷൻ ആണ്? യു ആർ ഫോമിങ് എ 5 membered ring and after cyclization the other electron is going out of the ring which is XO, and the hybridization of the unsaturated system involved ഏതാണ്? sp2 ആണ് അല്ലേ. ആ കാർബൺ ഹൈബ്രിഡൈസേഷൻ sp2 ആയിരുന്നു, which means this is a 5 exoteric cyclization which is a favored cyclization. Okay, so നിങ്ങൾക്ക് ഈ ഒരു cyclization കഴിയുമ്പോൾ കിട്ടുക what will be it? I'll just try to make sure that if you are not really understanding that mechanism also, you should be able to get an idea about the or feel about the product. So for that, the new bond formed is this one. This is the new bond formed. Okay, and നിങ്ങളുടെ ഇലക്ട്രോൺ എവിടെയായിരിക്കും നിൽക്കുക? the electron നിൽക്കുക ഇവിടെയായിരിക്കും, right? So if you are counting these carbons, you can see 1 2 3 4 5 അല്ലേ, ഒരു 5 membered ring ആണ് ഉണ്ടായത് അല്ലേ. സോ യു ഓൾറെഡി ഹാവ് എ 5 membered ring അല്ലേ. ഇവിടെ ഓൾറെഡി ഒരു 5 membered ring ഉണ്ട്, ഇവിടെയും ഒരു 5 membered ring ഉണ്ട്. അറ്റ് ദിസ് പോയിന്റ് ഐ തിങ്ക് യു ക്യാൻ ഗെറ്റ് ടു യുവർ ആൻസർ അല്ലേ. 2 5 membered ഫ്യൂസ് ചെയ്തിട്ടില്ല.
ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ ഇവിടെ, ഓപ്ഷൻ ബി അല്ലേ. ഓർ യു ക്യാൻ റീറൈറ്റ് ദി സ്ട്രക്ചർ ആൻഡ് സീ ഇറ്റ് ഫോർ യുവർ സെൽഫ്. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കൺവിൻസ് ചെയ്യിപ്പിക്കണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ, which is a necessity at times. റൈറ്റ് സൈഡിൽ വരച്ചതാണ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന പുതിയ 5 മെമ്പർ ട്രീ. ആൻഡ് ഇവിടെ ഓൾറെഡി എന്തുണ്ട്, OSMI2. ഓക്കെ, ഓൾസോ ദിസ് ഈസ് എ ന്യൂ ബോണ്ട് ഫോംഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ 5th കാർബൺ. അപ്പോൾ അതിൻ്റെ പുറത്തേക്ക് യു ആർ ഹാവിങ് കാർബൺ ഫോളോഡ് ബൈ an ester അല്ലേ. ഇവിടെയാണ് നിങ്ങളുടെ റാഡിക്കൽ ഇരിക്കുക. ഈ റാഡിക്കൽ ഹൈലി സ്റ്റെബിലൈസ്ഡ് ആണ്. എന്തുകൊണ്ട്? റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ. ഈ ഒരു പൈ ഗ്രൂപ്പ് തരുന്ന റെസൊണൻസ് സ്റ്റെബിലൈസേഷൻ. ഈ ഒരു പോയിന്റിൽ നിന്ന് നിങ്ങളുടെ പ്രൊഡക്റ്റിലേക്ക് എത്തിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വളരെ എളുപ്പമാണ്. അനദർ സിംഗിൾ ഇലക്ട്രോൺ റിഡക്ഷൻ നടക്കും അല്ലേ. അനദർ മോളിക്കുലർ സമേരിയമൈഡ് വീണ്ടും ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യും. സോ ഇറ്റ് വിൽ ഇവൻച്വലി ബിക്കം ആൻ ആനിയോൺ. ആനിയോൺ എന്ത് ചെയ്യും? മെത്തനോളിൽ നിന്ന് പ്രോട്ടോണെ അബ്സ്ട്രാക്ട് ചെയ്യും. അങ്ങനെ അബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫൈനൽ പ്രൊഡക്റ്റ് കിട്ടും, വിച്ച് ഈസ് നത്തിങ് ബട്ട് 2 5 member rings fused each other, right? And ഇവിടുത്തെ OSMI2 OH ആകും. അത് കഴിഞ്ഞിട്ട് യു വിൽ ബി ഹാവിങ് CH2COOMe. ദിസ് വിൽ ബി യുവർ പ്രോഡക്റ്റ്, ഫൈനൽ പ്രോഡക്റ്റ്. ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഈസിലി. ഓപ്ഷൻ ബി ആണ് അല്ലേ. 5 5 എന്ന് പറയുന്ന ഒരൊറ്റ പ്രോഡക്റ്റേ ഉള്ളൂ. സോ ദാറ്റ്സ് വൈ ഐ ടോൾഡ് ദിസ് ആക്ച്വലി ആൻ ഈസി ക്വസ്റ്റ്യൻ. ഓക്കെ, so that is basically a reductive cyclization using samariumide. All right, moving on to the next one. This one is a straight away question. നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഡീപ്രൊട്ടക്ഷനെ പറ്റി ഒരു ഫണ്ടമെന്റൽ അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായാൽ മതി. ഐ മീൻ യു ഷുഡ് ഓൾറെഡി ഹാവ് ദാറ്റ് ഇൻഫർമേഷൻ. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക. അതർവൈസ് ഓൾസോ ഇഫ് യു ആർ യൂസിങ് സം ലോജിക് യു ക്യാൻ സ്റ്റിൽ ഗെറ്റ് ഇൻ ടു ദിസ് ആൻസർ. അപ്പോൾ ഇവിടെ ഇതോക്സി മിഥൈൽ ഗ്രൂപ്പാണ്. ഇതോക്സി മിഥൈൽ ഗ്രൂപ്പ്, അതായത് കംപ്ലീറ്റ്ലി ആൽക്കൈൽ ഗ്രൂപ്പാണ്. ഓക്കെ, സോ how can you deprotect this? Palladium carbon hydrogenation cannot be used. Palladium carbon hydrogenation ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുക ബെൻസൈൽ ഡീപ്രൊട്ടക്ഷൻ ആണ്. ഓക്കെ, tetrabutyl ammonium fluoride. This is normally used for silyl deprotection. Okay, fluorine source യൂസ് ചെയ്യുക നിങ്ങൾക്ക് സിലൈലിനെ ഡീപ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. സോ ദിസ് ഓൾസോ നോട്ട് ദി ഓപ്ഷൻ. ഓക്കെ, സോ ഇവിടെ ചോദിച്ചിരിക്കുന്ന റിയേജൻസ് ദാറ്റ് വിൽ എഫക്ട് ദി ഫോളോയിങ് ട്രാൻസ്ഫോർമേഷൻ. ദിസ് ആൻ MSK ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഒരു ഈത്തറിനെ ഡീപ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ യു നീഡ് എ സ്ട്രോങ് ആസിഡ്. മൈൽഡ് ടു സ്ട്രോങ് ആസിഡ് വിൽ ഡു. ആൻഡ് ദറ്റ് ആസിഡ് കുഡ് ബി ഒരു ലൂയിസ് ആസിഡ് ആണെങ്കിലും വർക്ക് ചെയ്യും. ഇൻ ദ കേസ് ഓഫ് ഇതോക്സി മിഥൈൽ ഈതർ അവിടെ എന്താണ് പ്രത്യേകത? 2 ഓക്സിജൻ ഉള്ളത് കൊണ്ട് ഇഫ് യു ആർ യൂസിങ് എ ലൂയിസ് ആസിഡ് ഇറ്റ് ക്യാൻ ഈസിലി ഫോം എ കോംപ്ലക്സ് അല്ലേ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് മിത്തോക്സിൻ്റെ ഇവിടെ ഓൾറെഡി ഒരു ഓക്സിജൻ ഉണ്ടല്ലേ. ഇത് കഴിഞ്ഞിട്ട് യു വിൽ ബി ഹാവിങ് അനദർ ഓക്സിജൻ. സോ ഇഫ് യു ആർ യൂസിങ് സിങ്ക് യു ക്യാൻ ഈസിലി കോർഡിനേറ്റ്. So that will actually activate that particular protecting group and it will lead to the cleavage of that system. About zinc pagaram if you are using a Bronsted acid also it will work. So വളരെ straightforward ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. എന്താണ് നിങ്ങളൊരു ലൂയിസ് ആസിഡ് കണ്ടീഷനിലോ അല്ലെങ്കിൽ ഒരു ബ്രോൺസ്റ്റഡ് ആസിഡ് കണ്ടീഷനോ യൂസ് ചെയ്താൽ യു ക്യാൻ ഗെറ്റ് ദിസ് ഡീപ്രൊട്ടക്റ്റഡ് ആൻഡ് ഗെറ്റ് ദി കറസ്പോണ്ടിങ് ആൽക്കഹോൾ. അപ്പോൾ അവിടെ ഇങ്ങനെ ഓപ്ഷൻസ് ഉണ്ടോ നോക്കിയാൽ സിങ്ക് ബ്രോമൈഡ്, സിങ്ക് 2+ it is a good Lewis acid. Also you are having pyridinium paratoluene sulfonate. തർഷിബുട്ടനുള്ള ഒരു സോൾവെന്റ് ആണ്. അപ്പോൾ പിരിഡീനിയം പാരാടോളുവിൻ സൾഫണേറ്റിൽ യു ആർ ഹാവിങ് എ പ്രോട്ടോൺ അറ്റാച്ച് ടു ദാറ്റ് കറസ്പോണ്ടിങ് നൈട്രജൻ. അല്ല, പിരിഡീനിയത്തിന്റെ നൈട്രജനിൽ ഉള്ള ഒരു പ്രോട്ടോൺ ഉണ്ട് NH+ ആയിട്ട് നിൽക്കുന്നത്. ദാറ്റ് പ്രോട്ടോൺ ഈസ് സഫിഷ്യൻറ്റ് ടു ഡു a deprotection for this ethoxy methyl group. Okay, so the idea is simple. Answer is even simpler. You are having a Lewis acid, zinc Br2, and a Bronsted acid, pyridinium paratoluene sulfonate or PPTS. Okay, that was more or I'll call it as ഒരു കംപ്ലീറ്റ്ലി ഇൻഫർമേഷൻ ബേസ്ഡ് ക്വസ്റ്റൻ ആയിട്ട് നിങ്ങൾക്ക് വേണേൽ കാണാം. ഓർ ലോജിക്കലി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഇറ്റ് ക്യാൻ ബി ഡൺ, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എ വെരി ഈസി ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് അതറിയാമെങ്കിൽ സ്ട്രേറ്റ് പിക്ക് ആണ്, ഒരു കൺഫ്യൂഷൻ ഉണ്ടാകേണ്ട കാര്യമില്ല. ഓക്കെ, നൗ the next one. This is actually kind of a good question, but the reagents used are pretty much easy. നിങ്ങൾക്ക് അതിന്റെ ഫംഗ്ഷൻ ഓൾറെഡി അറിയാവുന്നതാണ്. ഓക്കെ, അതായത് ചോദിച്ചിരിക്കുന്നത് എന്താണ്? The reactions that gives meso 1,2-diphenyl ethane 1,2-diol മേജർ പ്രൊഡക്റ്റ്. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ട പ്രോഡക്റ്റ്. അപ്പോൾ ഈ റിയാക്ഷനിൽ ഏതൊക്കെയാണ് ആ പ്രോഡക്റ്റ് മേജർ ആയിട്ട് തരിക? ഓക്കെ, വാട്ട് ഈസ് meso 1,2-diphenyl ethane 1,2-diol? ബേസിക് സ്കെലിറ്റൺ ഈസ് an ethane ഗ്രൂപ്പ് അല്ല, ethane. ഓക്കെ, ആൻഡ് 1,2-diphenyl 1,2-diol ആണ്. So if the phenyl group is like this,
ഹിയർ ഓൾസോ ദ ഫിനൈൽ ഗ്രൂപ്പ് ഷുഡ് ബി ലൈക്ക് ദിസ്. എന്നാൽ മാത്രമേ ഇതെന്താണ് മീസോ ആകുള്ളൂ അല്ലേ. മീസോ ആകണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി സിമെട്രിക് വിത്ത് റെസ്പെക്ട് ടു ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ്. ഓക്കെ, ആൻഡ് your hydroxy group, okay, I'll put the hydrogen towards the back side. Okay, now your hydroxy group should be on the top side on both the carbons. ഇതായിരിക്കണം നിങ്ങളുടെ product അല്ലേ, ഇതായിരിക്കണം നിങ്ങളുടെ product. This is the meso compound. Okay, so which of this reaction is actually giving the meso compound? That is the question. Let's see. തന്നിരിക്കുന്ന ഓപ്ഷനിൽ നിങ്ങൾക്ക് എന്താണ് ഈ ഒലിഫീൻ ആണ് അല്ലേ, ദിസ് ഒലിഫീൻ സിസ് ആൻഡ് ട്രാൻസ് ഉണ്ട്. ആൻഡ് ദ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്, ഓസ്മിയം ടെട്രോക്സൈഡ് NMO. സെക്കൻഡ് കേസിലും ഓസ്മിയം ടെട്രോക്സൈഡ് NMO. ഈ ഓസ്മിയം ടെട്രോക്സൈഡ് എന്താണ്, സിൻ ഡൈഹൈഡ്രോക്സിലേഷൻ. സോ ഫസ്റ്റ് കേസിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് എന്താണ്, യു ആർ ഹാവിങ് ദ കറസ്പോണ്ടിങ് pH സിസ് ആയിട്ടാണ് ഇരിക്കുന്നത്, നിങ്ങളുടെ പ്രൊഡക്റ്റിലും സിസ് ആയിരിക്കും. സോ യു വിൽ ബി ആക്ച്വലി ഗെറ്റിംഗ് PHS സിസ് ആൻഡ് യുവർ OH എന്താണ്, ഡൈഹൈഡ്രോക്സിലേഷൻ സിൻ ആയിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് വിൽ ബി കമ്മിങ് ഫ്രം ദി സെയിം സൈഡ്. അപ്പം ടോപ്പിൽ നിന്നും വരാം, ബോട്ടത്തിൽ നിന്നും വരാം, രണ്ടും ഈക്വൽ പ്രോബബിലിറ്റി ആണ് അല്ലേ. അപ്പോൾ ടോപ്പിൽ നിന്ന് വന്നത് ഫോർ ദി ടൈമിംഗ് ഞാൻ എഴുതിയെന്നേ ഉള്ളൂ. ദാറ്റ് ഡസ് നോട്ട് മീൻ ദിസ് ഓൺലി പ്രോഡക്റ്റ്, യു ക്യാൻ സീ ഇറ്റ് ഫോർ യുവർ സെൽഫ്. ഓക്കെ, സോ ദിസ് ഇസ് ദ പ്രോഡക്റ്റ്, യു ക്യാൻ സീ ഇറ്റ് ഫോർ യുവർ സെൽഫ് ദാറ്റ് ദിസ് ഇസ് മീസോ, റൈറ്റ്. സോ ദിസ് ഇസ് വൺ ആൻസർ അല്ലേ. സ്ട്രേറ്റ് അവേ നിങ്ങൾക്ക് ഈ ആൻസർ മാർക്ക് ചെയ്യാവുന്നതാണ്. ദിസ് ഇസ് വൺ ആൻസർ അല്ലേ. അപ്പോൾ സിസിൽ നിന്ന് നിങ്ങൾക്ക് മീസോ കോമ്പൗണ്ട് കിട്ടും. വാട്ട് അബൌട്ട് ട്രാൻസ് ആണെങ്കിലോ, ട്രാൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ട പ്രൊഡക്റ്റ് എന്താണ്, വാട്ട് ഈസ് എ ഒൺലി ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ദിസ് വൺ. ആകെ ചേഞ്ച് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫിനൈൽ സ്റ്റാർട്ടിംഗ് മോളിക്യൂളിൽ ട്രാൻസ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പ്രൊഡക്റ്റിൽ വരുമ്പോഴും ഇറ്റ് വിൽ ബി ട്രാൻസ്, റൈറ്റ്, ട്രാൻസ് ആയിരിക്കും. ട്രാൻസ് ആയതുകൊണ്ട് ഫസ്റ്റ് വി ക്യാൻ മേക്ക് ഇറ്റ് ട്രാൻസ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഞാൻ pH ഫ്രണ്ടിലേക്കാണ് എഴുതിയത്. സോ റൈറ്റ് സൈഡിൽ എന്തായിരിക്കണം pH, ഇറ്റ് ഷുഡ് ബി ടുവേർഡ്സ് ദി ബാക്ക് സൈഡ്, സിമ്പിൾ. അപ്പോൾ ഫ്രണ്ടിൽ എന്ത് വരണം, ഹൈഡ്രജൻ വരണം. ബാക്ക് സൈഡിൽ യു ഷുഡ് നീഡ് ദി pH. ഓൾറൈറ്റ്, സോ ദിസ് വിൽ ആക്ച്വലി മേക്ക് ദി മോളിക്യൂളിൻ്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡിലും ഉണ്ടായിരുന്ന സിമെട്രി നഷ്ടപ്പെടുത്തി. അതുകൊണ്ട് ഇതെന്താണ്, മീസോ ആയിരിക്കില്ല അല്ലേ. നിങ്ങൾക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് മീസോ ആയിരിക്കില്ല സെക്കൻഡ് കേസിൽ. ഓക്കെ, നൗ when it comes to the third case നിങ്ങൾ യൂസ് ചെയ്ത കണ്ടീഷൻ എന്താണ്, I2 AgOC2 equivalent. In the second step you are using NaOH and H2. So what exactly is happening here? ഇവിടെ എന്ത് കണ്ടീഷനാണിത്, this is a Prevost condition. Prevost condition നിങ്ങൾ ഇതിൽ വാട്ടർ ഉണ്ട് എന്ന് കണ്ട് you should not think that this is a Woodward condition. Woodward conditional you are using iodination and you are adding the water in the same at the same time അല്ലെ. നിങ്ങളുടെ റിയാക്ഷൻ മീഡിയത്തിൽ വാട്ടർ ഉണ്ട്. ആഫ്റ്റർ ദി ഫസ്റ്റ് അയഡിനേഷൻ കഴിഞ്ഞിട്ടല്ല നിങ്ങൾ വാട്ടർ ആഡ് ചെയ്യുന്നത്. അയഡിൻ ആഡ് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി നിങ്ങളുടെ AgOC വന്നു കഴിഞ്ഞിട്ടൊന്നും അല്ലെ, ആ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല വാട്ടർ ആഡ് ചെയ്യുന്നത്. നിങ്ങളുടെ റിയാക്ഷൻ ഹാലജൻ ആഡ് ചെയ്യുന്ന റിയാക്ഷൻ്റെ ടൈമിൽ തന്നെ നിങ്ങൾ വാട്ടർ ആഡ് ചെയ്യുന്നുണ്ട് അല്ലേ. സോ ആ കേസിലാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്, സിസ് കിട്ടുന്നത് അല്ലെങ്കിൽ സിൻ ഡയോൾ കിട്ടുന്നത്. വുഡ്വേർഡ് കണ്ടീഷനിൽ വാട്ടർ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് സിൻ ഡയോൾ കിട്ടുന്നത്. We are not going into the mechanism of the Prevost dihydroxylation. You already know that. It's a very fundamental idea. Like, Prevost condition ആണ് നിങ്ങൾക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് ട്രാൻസ് ഡയോൾ ആയിരിക്കണം. അപ്പോൾ ട്രാൻസ് ഡയോൾ ആണെങ്കിൽ if you are starting with from cis olefin, your product should be something like this. pH ഫ്രണ്ടിലേക്കാണെന്ന് അസ്യൂം ചെയ്യാം. So both of the phenyl should be to the front side and hydrogen എന്തായിരിക്കണം, ബാക്കിലേക്കായിരിക്കണം അല്ലേ. ആൻഡ് ലെഫ്റ്റിൽ നിങ്ങൾ OH താഴേക്ക് കൊടുത്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ റൈറ്റിൽ OH മേലേക്കായിരിക്കണം. കാരണം എന്താണ്, യുവർ ഡയോൾ ഫോംഡ് ഷുഡ് ബി ആൻറ്റി ഡയോൾ അല്ലേ. അപ്പോൾ ഇതിൽ നിന്നുണ്ടാകുന്ന ഡയോൾ ആൻറ്റിയാണ്, കാരണം പ്രിവോസ്റ്റ് കണ്ടീഷനാണ് നമ്മൾ യൂസ് ചെയ്തത്. കറക്റ്റ്. അപ്പോൾ ഇനി ഈ ഒരു സിസ്റ്റത്തിൽ സിമെട്രി ഉണ്ടോ എന്ന് ഉറപ്പാക്കണമെങ്കിൽ വാട്ട് വി ഷുഡ് ഡു, നമ്മൾ ഈ OHനെ സെയിം സൈഡിലേക്ക് കൊണ്ടുവരണം അല്ലേ. ഓൾറെഡി ഇവിടെ ഈ ഒരു OH ഡൗൺ സൈഡിലായതുകൊണ്ട് വാട്ട് വി ക്യാൻ ഡു, വി ക്യാൻ ആക്ച്വലി റൊട്ടേറ്റ് ദിസ് ബോണ്ട്. റൊട്ടേറ്റ് ചെയ്യാം. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വാട്ട് യു വിൽ ഗെറ്റ് എന്ന് നമുക്കൊന്ന് ഒബ്സർവ് ചെയ്യാം. നിങ്ങളുടെ ഫ്രണ്ട് സൈഡിലേക്ക് നിന്ന pH എന്താകും, ബാക്ക് സൈഡിലേക്ക് പോകും. ആൻഡ് അവിടെ എന്താണ്, ഹൈഡ്രജൻ വരും. നമ്മുടെ OH എന്താണെങ്കിലും മേലേക്ക് പോകും. ദിസ് ഇസ് വാട്ട് ഹാപ്പൻസ് ടു ദി ലെഫ്റ്റ് സൈഡ് കാർബൺ. റൈറ്റ് സൈഡ് കാർബണിൽ ഒന്നും സംഭവിക്കുന്നില്ല, കാരണം നമ്മൾ അതിനെ ഒന്നും സംഭവിപ്പിക്കാൻ സമ്മതിക്കുന്നില്ല അല്ലേ. നമ്മുടെ ഉദ്ദേശം അതിനെ റെസ്റ്റിൽ വെക്കുക എന്ന് തന്നെയായിരുന്നു. pH ഫ്രണ്ടിലേക്കായിരിക്കും, ഹൈഡ്രജൻ വിൽ ബി ടുവേർഡ്സ് ദി ബാക്ക് സൈഡ്. ഇവിടെ സിമെട്രി ഉണ്ടോ എന്ന് നോക്കി, ലെഫ്റ്റ് സൈഡിൽ pH ബാക്കിലേക്കും റൈറ്റ് സൈഡിൽ pH ഫ്രണ്ടിലേക്കും. ദർ ഇസ് നോ സിമെട്രി. ദാറ്റ് മീൻസ് ദിസ് ഇസ് നോട്ട് എ മീസോ കോമ്പൗണ്ട് അല്ലെ. മീസോ കോമ്പൗണ്ട് അല്ല. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ആയിരിക്കില്ല മീസോ കോമ്പൗണ്ട്.
സോ സി നമുക്കൊരു മീസോ പ്രൊഡക്റ്റ് തരുന്നില്ല. വെൻ ഇറ്റ് കംസ് ടു ദി ലാസ്റ്റ് പോസിബിൾ ട്രാൻസ്ഫോർമേഷൻ, യു ക്യാൻ സീ ദാറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ട്രാൻസ് ഒളിഫീനിൽ നിന്നാണ്. ട്രാൻസ് ഒളിഫീനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താൽ ഈ പ്രൊഡക്റ്റ് ഷുഡ് ബി സംതിങ് ലൈക്ക് ദിസ് അല്ലേ. ഫ്രണ്ടിലേക്ക് പി എച്ച് ഉണ്ട്, ബാക്കിലേക്കും പി എച്ച് വന്നു. I'll draw the hydrogens. Okay, now ഞാൻ ഒരു ലെഫ്റ്റ് സൈഡിലെ OH താഴേക്ക് വരച്ചാൽ റൈറ്റ് സൈഡിലെ OH മേലേക്ക് വരയ്ക്കണം. ബിക്കോസ് ഇതെന്താണ്, ആൻറ്റി ഡൈഹൈഡ്രോക്സിലേഷൻ ആണ്. സിൻ അല്ല, പ്രിപ്പോസ് കണ്ടീഷൻ വിൽ ഗിവ് ആൻറ്റി പ്രൊഡക്റ്റ് അല്ലേ. ഇവിടെയും ഇഫ് യു വോണ്ട് ടു കമ്പയർ ദ സിമെട്രി, യു ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് നിങ്ങളുടെ ആറ്റംസിന്റെ പൊസിഷൻസ് കമ്പയറബിൾ ആയുള്ള സ്ഥലത്തായിരിക്കണം ഇരിക്കുന്നത്. ഇപ്പോൾ അങ്ങനെയാണ്, OH ഒന്ന് മേലെ ഒന്ന് താഴെയുമാണ്. യു ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് ദേ ആർ ഓൺ ദി സെയിം സൈഡ്. സോ ഫോർ ദാറ്റ് വാട്ട് വി വിൽ ഡു, വി വിൽ റൊട്ടേറ്റ് ദിസ് ബോണ്ട്. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ your pH will go to, so here what did I, yeah, okay, initially right side ലുള്ള pH ബാക്കിലും ലെഫ്റ്റ് സൈഡിലുള്ള pH ഫ്രണ്ടിലും ആയിരുന്നു അല്ലേ. കാരണം ഈ സ്റ്റാർട്ട് ചെയ്യുന്നത് ട്രാൻസിൽ നിന്നാണല്ലോ, കറക്റ്റ്. ഓക്കെ, സോ it is better to put it in this way. Yeah, okay. Now after rotation what will happen, your pH on the left side will go to the back. ലെഫ്റ്റ് കാർബണിലുള്ള pH ബാക്ക് സൈഡിലേക്ക് പോകും, അവിടേക്ക് ഹൈഡ്രജൻ വരും. പക്ഷേ ഇൻട്രസ്റ്റിംഗ്ലി നമ്മുടെ OH മേലേക്ക് പോയി. സോ നൗ വി ആർ ഹാവിങ് ബോത്ത് ഹൈഡ്രോക്സൈൽ ഗ്രൂപ്പ് അറ്റ് കമ്പയറബിൾ പൊസിഷൻസ് അല്ലേ. നിങ്ങളുടെ ഫിനൈൽ ഗ്രൂപ്പ് ഓൾറെഡി റൈറ്റ് സൈഡിലെ കാർബണിൽ ബാക്കിലേക്കാണ്. വി ആർ നോട്ട് മൂവിങ് ദാറ്റ് ആൻഡ് യു ക്യാൻ സീ ദാറ്റ് ദർ ഈസ് സിമെട്രി അല്ലേ. നിങ്ങൾക്ക് സിമെട്രി ഉള്ളതായിട്ട് കാണാൻ സാധിക്കും, കറക്റ്റ്. ആൻഡ് സിമെട്രി ഉള്ളത് കൊണ്ട് തന്നെ ദിസ് ഇസ് ഓൾസോ എ മീസോ കോമ്പൗണ്ട്. അപ്പോൾ നിങ്ങളുടെ ട്രാൻസ് ഒലിഫീനും പ്രിവോസ്റ്റ് കണ്ടീഷനിൽ മീസോ കോമ്പൗണ്ട് ആണ് തരുന്നത്. ഹെൻസ് ദാറ്റ് ഈസ് ഓൾസോ എ പോസിബിൾ ആൻസർ. സോ ദിസ് വാസ് എൻ MSQ. ദർ വാസ് 2 ആൻസേഴ്സ് അല്ലേ. അപ്പം ഇതാണ് പ്രിവോസ്റ്റ് കണ്ടീഷനിൽ നിങ്ങളുടെ ട്രാൻസ് ഒലിഫീനാണ് മീസോ കോമ്പൗണ്ട് തരുന്നത്. ആൻഡ് ഓസ്മിയം ടെട്രോക്സൈഡ് യൂസ് ചെയ്തിട്ടുള്ള സിൻ ഡൈഹൈഡ്രോക്സിലേഷൻ ചെയ്യുമ്പോൾ യുവർ സിസ് ഒലിഫീൻ ഈസ് ഗിവിംഗ് ദ മീസോ 1,2-diphenyl ethane 1,2-diol അല്ലേ. സോ ഐ തിങ്ക് 7th question. Yeah, okay, so we'll move on to the next one. Yeah, okay, so this is a very nice question actually, a little bit involved question. I might say that idoru hard category question ആണ് വേണമെങ്കിൽ പറയാം, a moderate to hard. Okay, I'll definitely say that this is not an easy question. Okay, the reason is very simple. ഇത് കുറച്ച് കൺസെപ്റ്റുകൾ, ഒന്നിൽ കൂടുതൽ കൺസെപ്റ്റുകൾ യൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് യു ഹാവ് ടു മേക്ക് ഷുവർ എന്താണ്, നിങ്ങൾക്ക് ആ 2 ഐഡിയയും കറക്റ്റായിട്ട് ക്ലിക്ക് ആയാൽ നിങ്ങൾക്ക് ഈസിലി ഈ ക്വസ്റ്റൻ എഴുതാൻ പറ്റും. ദെൻ ഇറ്റ് വിൽ ബി എൻ ഈസി ക്വസ്റ്റൻ. ഓക്കെ, നമുക്ക് നോക്കാം. ദ ക്വസ്റ്റൻ ഗോസ് ലൈക്ക് ദിസ്. ഇൻ ദി പ്രോട്ടോൺ NMR സ്പെക്ട്രം ഓഫ് ദി കോമ്പൗണ്ട് എക്സ്, കോമ്പൗണ്ട് എക്സ് തന്നിട്ടുണ്ട്. ഈ കോമ്പൗണ്ട് എക്സിന്റെ പ്രോട്ടോൺ, ദിസ് ഇസ് എ കോമ്പൗണ്ട് എക്സ്. ഇതിൽ പ്രോട്ടോൺ NMR ഇതിൽ കപ്ലിംഗ് കോൺസ്റ്റന്റ് ഓഫ് JAB, കപ്ലിംഗ് കോൺസ്റ്റന്റ് ബിറ്റ്വീൻ HA ആൻഡ് HB. HA ഏതാണ്? ദിസ് ഇസ് HA, ദിസ് ഇസ് HB അല്ലെ. 1-2 പൊസിഷനിലാണ് നിൽക്കുന്നത്. ദർ ഒറിജിനൽ പ്രോട്ടോൺസ് അല്ലെ. ഒറിജിനൽ പ്രോട്ടോൺസിന്റെ കപ്ലിംഗ് തന്നിട്ടുണ്ട് JAB. അതിന്റെ വാല്യൂ തന്നിരിക്കുന്നത് 3 ഹെഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ ചോദ്യം, ദി അമിനോ ആൽക്കഹോൾസ് ദാറ്റ് ഗീവ്സ്, ചിലപ്പോൾ ഒരെണ്ണമാകാം അല്ലെങ്കിൽ ഒന്നിൽ കൂടുതലാകാം, ഗീവ്സ് X ഓൺ റിയാക്ഷൻ വിത്ത് മീഥൈൽ അയോഡൈഡ് ഫോളോഡ് ബൈ ഹീറ്റിംഗ്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന റിയാക്ഷൻ എന്താണ്, യു ആർ ടേക്കിംഗ് ഈ തന്നിരിക്കുന്ന അമിനോ ആൽക്കഹോൾസ് എടുക്കുക, അതിനെ മിഥൈൽ അയോഡൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുക. ദെൻ യു ഹാവ് ടു ഹീറ്റ്. മിഥൈൽ അയോഡൈഡ് ട്രീറ്റ് ചെയ്തിട്ട് ഹീറ്റ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലേക്ക് വരേണ്ടത് എന്താണ്, എക്സോസ്റ്റിംഗ് മെത്തിലേഷൻ അല്ലേ, വിച്ച് മേക്ക് ഷുവർ ദാറ്റ് ആ അമീൻ സ്പീഷീസ് ഒരു ലിവിങ് ഗ്രൂപ്പ് ആയിട്ട് മാറുകയാണ്. നോർമലി നമ്മൾ മാനേജൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ദാറ്റ് കൈൻഡ് ഓഫ് റിയാക്ഷൻ യു നോർമലി യൂസ് ദിസ് കൈൻഡ് ഓഫ് മെത്തഡോളജി. എക്സോസ്റ്റീവ് മെത്തിലേഷൻ ഫോളോഡ് ബൈ എലിമിനേഷൻ ഒക്കെ ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ എലിമിനേഷന് പകരം നിങ്ങളുടെ NMe3+ ഒരു ലിവിംഗ് ഗ്രൂപ്പ് ആയിട്ടും കാണാൻ പറ്റും. NMe3+ ഒരു ലിവിംഗ് ഗ്രൂപ്പ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് എലിമിനേഷൻ ചെയ്യാൻ പറ്റും. സോ ദാറ്റ് ഐഡിയ ഷുഡ് വർക്ക് ഹിയർ. ബട്ട് where should it start from? Okay, it should start from the first part of this question. പ്രോട്ടോൺ NMR സ്പെക്ട്രത്തിൽ ഈ 2 പ്രോട്ടോൺസിന്റെ JAB തന്നിട്ടുണ്ട്. ഇറ്റ് ഹാപ്പൻസ് ടു ബി 3 ഹെഡ്സ്, 3 ഹെഡ്സ് ആണ്. 3 ഹെഡ്സ് എന്ന് പറഞ്ഞാൽ വിസ്നൽ പ്രോട്ടോൺസിന്റെ വാല്യൂ ജെ കപ്ലിംഗ് 3 ഹെഡ്സ് എന്ന് പറഞ്ഞാൽ ദിസ് എ സൈക്ലിക് സിസ്റ്റം അല്ലേ, ഇത് 6 മെമ്പേർഡ് സിസ്റ്റമാണ്. അപ്പോൾ അവിടെ HA ആൻഡ് HB ക്യാൻ ബി സിസ് ടു ഈച്ച് അതർ ഓർ ട്രാൻസ് ടു ഈച്ച് അതർ അല്ലേ. അപ്പോൾ ഈ സിസ് ട്രാൻസ് തമ്മിലുള്ള റിലേറ്റീവ്
അറേഞ്ച്മെൻറ്റ് എങ്ങനെ നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ പറ്റും. വി ക്യാൻ ഈസിലി യൂസ് NMR ഡേറ്റ ടു ഡിഫറൻഷ്യേറ്റ്. എങ്ങനെയാണ് അവ തമ്മിലുള്ള J വാല്യൂ, കപ്ലിങ്ങിൻ്റെ J വാല്യൂ നോക്കിയാൽ മതി. ഇഫ് ദി J coupling value is very low, you can easily see that they are cis to each other. If the J coupling value is kind of high, you can easily see that they are trans to each other. And 3 Hz is actually kind of very low. That shows that these are cis protons. So actually the structure of X is in such a way that നിങ്ങളുടെ രണ്ട് ഹൈഡ്രജനുകളും ഒരേ ഡയറക്ഷനിലാണ്. If it is towards the back side, both hydrogens are back side. അങ്ങനെയാണെങ്കിൽ രണ്ട് ഫീനൈലും ഫ്രണ്ടിലേക്കായിരിക്കും. It can be the opposite also. Doesn't matter. അത് ഒരു പ്രോബ്ലമേ അല്ല. Okay. So we are going to see that whether the given amino alcohols methylate ചെയ്തിട്ട് ഹീറ്റ് ചെയ്താൽ whether you will be able to get the product X ൽ HA and HB should be cis. So first I think I'll draw that structure. That will be better. Okay. So this is your, okay, I'll put H A H B into phenyl groups. Okay, so this is X. Now നമുക്ക് ഫസ്റ്റ് അമിനോ ആൽക്കഹോൾ എടുക്കാം. ഫസ്റ്റ് അമിനോ ആൽക്കഹോളിൽ what we can do, നമുക്ക് ഇത്രയും അമിനോ ആൽക്കഹോൾസ് ഇല്ലേ, we'll make sure that we are having a common template. ഒരു കോമൺ ടെംപ്ലേറ്റ് കിടക്കട്ടെ. സോ എല്ലാ കേസിലും യു ആർ ഹാവിങ് അമിനോ ആൽക്കഹോൾ. നോക്കിക്കേ, ആകെ വ്യത്യാസം എന്താണ്? ഈ കമ്പയർ ഇറ്റ്, നിങ്ങളുടെ ഈ രണ്ട് കൈറാൽ സെൻറ്ററിൻ്റെ കൈറാലിറ്റി മാറുന്നുണ്ട്. അതർ ദാൻ ദാറ്റ് ദ റെസ്റ്റ് ഓഫ് എവറിത്തിങ് ഈസ് കോമൺ. സബ്സ്റ്റിറ്റ്യൂവൻറ്റ് കോമൺ ആണ് അല്ലേ? അപ്പോൾ ഇഫ് യു ആർ ഡൂയിങ് മെത്തിലേഷൻ ടു ദിസ്, വാട്ട് വിൽ ഹാപ്പൻ? ഈ NME2 further will get methylated, NME3+ ആകും അല്ലേ? സോ നിങ്ങളുടെ എല്ലാ കേസിലും NME2 എന്തായി മാറും? NME3+ ആകും. സോ I'll write NME3+ here. So this will actually become a leaving group, NME3+, right? Now this is the common template. This is the common template. So I'll just keep this away and use the common template for each cases. First case, you can see that pH already backside ലേക്കാണ്. Okay, and this pH is on the plane and OH is towards us. നമുക്കിനിയും ഇവിടെ നിന്ന് ഈ ഓക്സിജൻ്റെ ലോൺ പെയർ വന്ന് ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് നടത്തിയാൽ this NME3+ can go and you can actually get this product. But the problem associated with that is NME3+ പ്ലെയിനിലാണ് നിൽക്കുന്നത്. അപ്പോൾ attack should happen in such a way that OH in പ്ലെയിനിലായിരിക്കണം അല്ലേ? അപ്പോൾ what is the first thing you should be doing? You should be making sure that this OH is in a plane. Okay. സോ അതെങ്ങനെയാണ് ഉറപ്പാക്കാൻ പറ്റുക? നിങ്ങൾ ജസ്റ്റ് ഈ ബോണ്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്താൽ മതി അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ OHനെ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? പ്ലെയിനിലേക്ക് കൊണ്ടുവരണം. അതിനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? നിങ്ങളുടെ ഇവിടുത്തെ ഫിനൈൽ ഗ്രൂപ്പ് അവിടെ തന്നെ നിൽക്കും. OH പ്ലെയിനിൽ വരുമ്പോൾ നിങ്ങളുടെ ആ കാർബണിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഫിനൈൽ എന്താകും? ഇറ്റ് വിൽ കം ടു ദി ഫ്രണ്ട് സൈഡ് അല്ലേ? ഹൈഡ്രജൻ ബാക്കിലേക്ക് പോകും, റൈറ്റ്? സോ നിങ്ങളുടെ NME3+ ഇവിടെയുണ്ട്, റൈറ്റ്? സോ ആഫ്റ്റർ ദാറ്റ് വാട്ട് വിൽ ഹാപ്പൻ? നിങ്ങളുടെ ഓക്സിജനുള്ള ലോൺ പെയർ വന്ന് ഇവിടെ അറ്റാക്ക് ചെയ്യും. ദിസ് വിൽ ലീവ്. ഇങ്ങനെ ലീവ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് വളരെ സിമ്പിളാണ്. നിങ്ങളുടെ കറസ്പോണ്ടിങ് റിക്വയർഡ് സ്കെലിറ്റൺ ആണ് കിട്ടുന്നത്. നിങ്ങൾ ആദ്യം പ്രൊഡക്റ്റ് വരയ്ക്കുക, എന്നിട്ട് ശ്രദ്ധിച്ച് നോക്കുക നമ്മുടെ റിക്വയർഡ് ജോമെട്രി ആണോ വന്നിരിക്കുന്നത്. pH എന്താണ്? ബാക്ക് സൈഡിലേക്കാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെയുള്ള ഹൈഡ്രജൻ ഫ്രണ്ടിലേക്കായിരിക്കും. അത് കഴിഞ്ഞുള്ള കാർബണിൽ pH എവിടെയാണ്? ഫ്രണ്ടിലേക്കാണ്. അത് കാരണം ഹൈഡ്രജൻ എങ്ങോട്ടേക്കായിരിക്കും? ബാക്കിലേക്കായിരിക്കും അല്ലേ? ഇപ്പോൾ രണ്ട് ഹൈഡ്രജൻസും ഇരിക്കുന്നത് എന്താണ്? ട്രാൻസ് ആയിട്ടാണ്. നമുക്ക് വേണ്ടത് എന്താണ്? Xൽ എന്താണ്? ഇറ്റ് ഷുഡ് ബി സിസ് ടു ഈച്ച് അതർ അല്ലേ? അപ്പോൾ ഇവിടെ കണ്ടോ, ഈ ഒരു റൊട്ടേഷനാണ് നിങ്ങൾ നോക്കേണ്ടത്. ദാറ്റ് ഈസ് ഓൺലി പോയിന്റ്. ആ ഒരു സ്റ്റീരിയോകെമിക്കൽ അറേഞ്ച്മെന്റ് മാത്രം ട്രാക്ക് ചെയ്താൽ മതി, യു വിൽ ഗെറ്റ് ദി പ്രോഡക്റ്റ്. അപ്പോൾ ഫസ്റ്റ് വൺ it will not be the answer. Okay, നമുക്ക് സിമിലർലി സെക്കൻഡ് കേസിൽ നോക്കാം. സെക്കൻഡ് കേസിൽ നിങ്ങൾക്ക് ഈ ടെംപ്ലേറ്റ് എടുക്കുകയാണെങ്കിൽ ഐ ടേക്ക് ദി സെയിം ടെംപ്ലേറ്റ്. ഓക്കെ, സെക്കൻഡ് കേസിൽ സ്റ്റിൽ എന്താണ്? pH ബാക്കിലേക്കാണ്. ഈ pH ബാക്കിലേക്കാണ്. പക്ഷേ ഈ OH എന്താണ്? OH ബാക്കിലേക്കാണ്. സോ വാട്ട് വി വിൽ ഡു? റിമൂവ് ദിസ്. OH is actually towards the back side അല്ലേ? അപ്പോൾ നിങ്ങളുടെ ഹൈഡ്രജൻ ഈസ് ആക്ച്വലി ഓൺ ദി ഫ്രണ്ട് സൈഡ്. അപ്പോൾ ഇവിടെ ഇനിയും റൊട്ടേറ്റ് ചെയ്യുമ്പോൾ യു ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് നിങ്ങളുടെ OH എന്താണ്? സോ വിൽ ബി റൊട്ടേറ്റിംഗ് ഇൻ ദി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ദാറ്റ് വിൽ ബി ബെറ്റർ അല്ലേ? OHനെ ആദ്യം പ്ലെയിനിലാക്കണം. അങ്ങനെ പ്ലെയിനിലാക്കുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ?
OH NMe3+ അല്ലേ, ഈ പി എച്ച് മാറൂല. കറക്റ്റ്. നിങ്ങളുടെ OHനെ പ്ലെയിനിലേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ ഹൈഡ്രജൻ വിൽ ബി റിമൈനിങ് ഫ്രണ്ടിലേക്ക് തന്നെ നിൽക്കും, പക്ഷേ നിങ്ങളുടെ പി എച്ച് ബാക്കിലേക്ക് പോകും അല്ലേ. നൗ എളുപ്പമാണ്. ഓക്സിജൻ്റെ ലോൺ പെയർ വിൽ കമ്പൈൻ കിക്ക് ഔട്ട് ദിസ് NMe3+. അതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ദിസ് വൺ. ഇവിടുത്തെ പി എച്ച് ബാക്കിലേക്കാണ്, ആൻഡ് വിച്ച് വിൽ മേക്ക് ഷുവർ ദാറ്റ് ഹൈഡ്രജൻ ഈസ് ഓൺ ടു ദി ഫ്രണ്ട് സൈഡ് അല്ലേ. ആൻഡ് രണ്ടാമത്തെ കാർബണിലെ ഹൈഡ്രജൻ്റെ ഫ്രണ്ടിലാണ് നമുക്ക് ഓൾറെഡി കാണാൻ പറ്റും അല്ലേ. ഇവിടെ എന്താണ്, യുവർ ഹൈഡ്രജൻസ് ആർ സിസ് അല്ലെ. ഹൈഡ്രജൻ സിസ് ആയതുകൊണ്ട് ദിസ് ഈസ് ആക്ച്വലി നത്തിങ് ബട്ട് നമ്മുടെ റിക്വയർഡ് പ്രോഡക്റ്റ് ആയിട്ടുള്ള എക്സ് ആണ് അല്ലേ. സോ ദിസ് ഈസ് ആക്ച്വലി ഗിവിങ് ദി റിക്വയർഡ് പ്രോഡക്റ്റ്. സോ നമ്മൾക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ കറക്റ്റായിട്ട് കിട്ടി, വിച്ച് ഈസ് ബി. ഇനി നെക്സ്റ്റ് അമിനോ ആൽക്കഹോൾ. നെക്സ്റ്റ് അമിനോ ആൽക്കഹോൾ നോക്കുമ്പോൾ റിലേറ്റീവ്, ഇനി നമുക്ക് വളരെ പെട്ടെന്ന് ഇത് ട്രാക്ക് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് അമിനോ ആൽക്കഹോളിൽ ഇതിൻ്റെ കോൺഫിഗറേഷൻ നോക്കിക്കേ. പി എച്ചിൻ്റെ കോൺഫിഗറേഷൻ എങ്ങോട്ടാണ്, അപ്പിലേക്കാണ് അല്ലേ. പി എച്ചിൻ്റെ കോൺഫിഗറേഷൻ ഈസ് ടുവേർഡ്സ് ദി അപ്പ് സൈഡ്. വി ആർ ആക്ച്വലി ഡിസ്കസിങ് ദി സി. ഓക്കെ. ആൻഡ് OHൻ്റെ കോൺഫിഗറേഷനും അപ്പ് സൈഡാണ്. ആക്ച്വലി നിങ്ങൾക്കിത് എഴുതി നോക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ആ ഒരു പാറ്റേൺ മനസ്സിലായെങ്കിൽ യു ക്യാൻ ഈസിലി ആൻസർ, ബട്ട് വിൽ ഡിസ്കസ്. ഹൈഡ്രജൻ അതുകൊണ്ട് ബാക്ക് സൈഡിലേക്കാണ്. ഇനി എന്താണ് ചെയ്യേണ്ടത്, യു ഹാവ് ടു റൊട്ടേറ്റ് ഇറ്റ്. റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കണം, OH പ്ലെയിനിൽ വരണം അല്ലേ. OH പ്ലെയിനിൽ വരണം. സോ OH പ്ലെയിനിൽ വരണമെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് ബെൻസൈലിക് കാർബണിലെ സ്റ്റീരിയോ കെമിസ്ട്രി മാറുന്നില്ല. OH ഇവിടെ പ്ലെയിനിൽ വരണമെങ്കിൽ നിങ്ങൾക്ക് ഇറ്റ് ഈസ് ബെറ്റർ ടു റൊട്ടേറ്റ് ആൻറ്റി ക്ലോക്ക് വൈസ്. റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ OH പ്ലെയിനിൽ വന്നു. യുവർ pH വിൽ ബി ഓൺ ടു ദി ടോപ്പ് സൈഡ് ആൻഡ് യുവർ ഹൈഡ്രജൻ വിൽ ബി ടുവേഴ്സ് ദി ബാക്ക് സൈഡ് അല്ലേ. ഇനി ഇവിടെ നിങ്ങൾ പ്രൊഡക്റ്റ് സ്ട്രേറ്റ് അവേ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം നിങ്ങൾ നോക്കി, ഈ ഇവിടെയുള്ള റിലേറ്റീവ് ഓറിയൻറ്റേഷൻ തന്നെയാണ് നിങ്ങൾക്ക് പ്രൊഡക്റ്റിൽ വരുന്നത് അല്ലേ. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. പി എച്ചും സെയിം സൈഡിലായിരുന്നു, പ്രൊഡക്റ്റിലും പി എച്ചും സെയിം സൈഡിൽ വന്നു അല്ലേ. ഇവിടെ പി എച്ചും ട്രാൻസ് ആയിരുന്നു, പ്രൊഡക്റ്റിൽ എന്താണ് പി എച്ചും ട്രാൻസ് ആയി, റൈറ്റ്. സോ യു ക്യാൻ ഡു ദി സെയിം തിങ്. ഇവിടെയും എന്താണ്, യു വിൽ ബി ഗെറ്റിംഗ് ദി സെയിം ന്യൂക്ലിയോഫിലിക് അറ്റാക്ക് ഡൺ. സോ യുവർ പ്രൊഡക്റ്റ് ഷുഡ് ബി ഓഫ് ദി സെയിം സ്കെലിറ്റൺ. ഇവിടെ പി എച്ച് അപ്പായിരിക്കും, ഈ പി എച്ചും അപ്പായിരിക്കും, വിച്ച് വിൽ മേക്ക് ഷുവർ ദാറ്റ് ഈ രണ്ട് ഹൈഡ്രജൻ സിസ് ആയിരിക്കും അല്ലേ. ഈ രണ്ട് ഹൈഡ്രജൻ സിസ് ആയിരിക്കും. സോ ദിസ് ഈസ് ഓൾസോ എക്സ് അല്ലേ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതും എക്സ് ആണ്. ഹെൻസ് സി ഈസ് ഓൾസോ എ പോസിബിൾ ആൻസർ. നോ വാട്ട് അബൌട്ട് ഡി. ഡി ആൻസർ ആണോ അല്ലയോ എന്ന് വളരെ എളുപ്പം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. കറക്റ്റ്. OH എങ്ങോട്ടാണ് ഇരിക്കുന്നത്, OH ഈസ് ആക്ച്വലി ഫേസിങ് ബാക്ക് സൈഡ്. അതുകൊണ്ട് H ഫ്രണ്ടിലായിരിക്കും. സോ ഇഫ് യു ആർ ഡൂയിങ് എ റൊട്ടേഷൻ, ഇങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്താൽ യു ക്യാൻ ഗെറ്റ് ദി കറസ്പോണ്ടിങ് ഹൈഡ്രോക്സി ഗ്രൂപ്പ് ഇൻ ദി പ്ലെയിൻ. ഇൻട്രസ്റ്റിംഗ്ലി നിങ്ങൾക്ക് ഇപ്പം തന്നെ മനസ്സിലായി കാണും വെദർ ദിസ് ഈസ് ഗോയിങ് ടു ഗീവ് അസ് ദി പ്രോഡക്റ്റ്. ആൻസർ ഈസ് നോ, ബട്ട് വി ആർ ഗോയിങ് ടു വെരിഫൈ ഇറ്റ്. സോ നിങ്ങളുടെ ഹൈഡ്രജൻ ഇവിടെ ഫ്രണ്ടിലായിരിക്കും നിൽക്കുക, പി എച്ച് ബാക്കിലാണ് അല്ലേ. അപ്പം നിങ്ങൾക്ക് കാണാം ഓൾറെഡി പി എച്ചും ട്രാൻസ് ആണ്. ഹെൻസ് വാട്ട് വിൽ ഹാപ്പൻ, OH വന്നിട്ട് ഈ NMe3നെ ഡിസ്പ്ലേസ് ചെയ്താലും യു ആർ ഗോയിങ് ടു ഗെറ്റ് ദി കറസ്പോണ്ടിങ് ട്രാൻസ് പ്രൊഡക്റ്റ് വിച്ച് ഈസ് നോട്ട് ദി റിക്വയർഡ് പ്രൊഡക്റ്റ് അല്ലേ. ട്രാൻസ് പ്രൊഡക്റ്റ് ആണ് കിട്ടുക, വിച്ച് ഈസ് നോട്ട് ദി റിക്വയർഡ് പ്രൊഡക്റ്റ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എക്സ് ഏതാണ് തരിക. എക്സിൽ ഹൈഡ്രജൻ സിസ് ആണ്. അങ്ങനെ എക്സ് തരുന്ന അമിനോ ആൽക്കഹോൾ ത്രൂ മെത്തിലേഷൻ ഫോളോഡ് ബൈ ഹീറ്റിംഗ് ഏതാണ്, ഇറ്റ്സ് ബി ആൻഡ് സി. ഓക്കെ. സോ ദാറ്റ് വാസ് ഇൻ എ വേ കൈൻഡ് ഓഫ് ഹാർഡ് ക്വസ്റ്റ്യൻ. കാരണം നിങ്ങൾക്ക് ചെയ്തെടുക്കണമെങ്കിൽ ചെയ്തെടുക്കാം. ഈ രീതിയിൽ ഇത്രയും എഴുതിയില്ലെങ്കിലും യു ക്യാൻ ഫൈൻഡ് ദി ലോജിക് ആൻഡ് ഡു ഇറ്റ് ഫോർ യുവർ സെൽഫ്. ഇതിൽ ആദ്യത്തെ രണ്ടെണ്ണം ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ആ ലോജിക്കിലേക്ക് എത്താൻ പറ്റും. യു ക്യാൻ ഡു ഇറ്റ് ഇൻ അണ്ടർ ഫ്യൂ മിനിറ്റ്സ്, ബട്ട് സംടൈംസ് ഇറ്റ് കുഡ് ബി ലെങ്തി അല്ലേ. സോ ദാറ്റ്സ് വൈ ദിസ് കുഡ് പ്രോബ്ലി ഒരു ഹാർഡർ ക്വസ്റ്റ്യൻ ആയിട്ട് കണക്കാക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ. സോ ഐ ഫീൽ ദാറ്റ് ഇസ് എ ഹാർഡ് ക്വസ്റ്റ്യൻ. ഓർഗാനിക് നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ളതാണെങ്കിൽ പോലും മേ ബി ദിസ് വുഡ് it will not be that much handy. Okay. Now, next question. Okay. So, yeah.
സോ ദിസ് ആൻ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ അല്ലേ, ഒരു വളരെ എളുപ്പമായുള്ള ഒരു കൺസെപ്ച്വൽ ക്വസ്റ്റ്യൻ ആണ് ഇതും. It is easy to moderate question. Okay, I'll say this is an easy question. The difference in the number of gauge interactions present in diaxial and diequatorial chair conformations of trans 1,2 dimethyl cyclohexane is. അപ്പോൾ trans 1,2 dimethyl cyclohexane രണ്ട് രീതിയിൽ എഴുതാമല്ലേ നിങ്ങൾക്ക്. One can be this methyl and methyl going into the axial position, or methyl and methyl going into the equatorial positions. Okay. Now the number of gauge interactions നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. For that, if you are not having the idea about what exactly is the gauge interaction, I'll try to demonstrate it. Okay. So for that, I will draw the corresponding axial and equatorial bond associated with two carbons. Okay. രണ്ട് കാർബൺ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ആക്സിയൽ ഇക്വറ്റോറിയൽ ഉണ്ട്. സോ ആക്സിയലിൽ ഞാൻ എ എന്നും ഇക്വറ്റോറിയൽ ഇ, ആക്സിയൽ എ ഇക്വറ്റോറിയൽ ഇ. ഓക്കെ, സോ ദിസ് ഈസ് ദി ഫ്രണ്ട് കാർബൺ ബിക്കോസ് ഐ എം ട്രൈങ് ടു വ്യൂ ദിസ് കാർബൺ ഫ്രം ദിസ് സൈഡ്. ഓക്കെ, സോ ദിസ് വിൽ ബി ദി ഫ്രണ്ട് കാർബൺ, the other one will be the green carbon. Okay, let it be a color. We are using a color. Okay, now if I am viewing from here, what I will see is, I'll try to focus that now. So I'm trying to look at this particular system. Like ഇതിൽ ഈ ഒരു ഏരിയ മാത്രം നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്താൽ, വിൽ മേക്ക് അനദർ കോപ്പി ഓഫ് ദിസ് ഏരിയ alone. You can see that ഇതെന്താണ്, ഇറ്റ്സ് ആക്ച്വലി റിസംബിൾ സംതിങ് വെരി ഇൻട്രസ്റ്റിംഗ്. നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു സ്ട്രക്ചറാണ്. ദിസ് ഇസ് സോഹോഴ്സ് സ്ട്രക്ചർ അല്ലേ. ഈ സോഹോഴ്സ് സ്ട്രക്ചറിൽ നിന്ന് നമുക്ക് ഈസിലി ന്യൂമാനിലേക്ക് മാറ്റാൻ പറ്റും. എങ്ങനെയാണ്? ഇവിടെ നിന്ന് ഒബ്സർവ് ചെയ്താൽ മതി. യു ക്യാൻ ഒബ്സർവ് ഇറ്റ് ഫ്രം ഹിയർ ആൻഡ് യു ക്യാൻ സീ ദാറ്റ് യു ക്യാൻ ഡ്രോ ദി ന്യൂമാൻ. ന്യൂമാനിൽ വരച്ചാൽ നിങ്ങൾക്ക് gauge butane interaction കുറച്ചുകൂടി ഈസിലി വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. സോ ഇഫ് യു ആർ ഡ്രോയിങ് ദി കറസ്പോണ്ടിങ് ന്യൂമാൻ, okay, okay, I think that is kind of okay. Yeah, okay, so now I'll just take a copy of this one and I'll remove this and I'll rotate this. Okay, so no, that does not work. This is not necessary, but since it is looking good, at least the structure will be clean, right? Okay. Yeah. So this is the basic template. Okay. This is our basic template of the Newman. Let's do nothing more. Okay. Yeah. That will be it. Okay. Yeah. So this is our basic Newman. Now, നിങ്ങളുടെ റെഡ് കാർബൺ ഏതാണ്? ദിസ് എ റെഡ് കാർബൺ ഓൺ ദി ഫ്രണ്ട് സൈഡ്, അല്ല ഗ്രീൻ കാർബൺ വിൽ ബി ഓൺ ദി ബാക്ക് സൈഡ്. സോ നിങ്ങളുടെ ഇത് ആക്സിയൽ ആയിരിക്കും, ദിസ് വിൽ ബി ദി ഇക്വറ്റോറിയൽ വൺ അല്ലേ. നിങ്ങൾ ഇവിടെ നോക്കുമ്പോൾ ദിസ് ഇസ് ആക്സിയൽ, ദിസ് ഇക്വറ്റോറിയൽ, ആക്സിയൽ ആൻഡ് ഇക്വറ്റോറിയൽ, കറക്റ്റ്? ഓക്കെ, നൗ ദിസ് വിൽ ബി ആക്സിയൽ, ദിസ് വിൽ ബി ഇക്വറ്റോറിയൽ, ദിസ് വിൽ ബി ആക്സിയൽ, ദിസ് വിൽ ബി ഇക്വറ്റോറിയൽ, കറക്റ്റ്? ഇത് രണ്ടും എന്താണ്? നിങ്ങളുടെ റിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള സിസ്റ്റംസ് ആണ് അല്ലേ. സോ ഇഫ് ഐ എം ടേക്കിംഗ് ദിസ് and making a copy, you can see that actually ഇവിടെ നിങ്ങൾക്ക് ഇത് റിംഗ് ഉണ്ടാക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ദിസ് ഇസ് ആക്ച്വലി ഗോയിങ് ആൻഡ് മേക്കിംഗ് ദി കറസ്പോണ്ടിങ് റിംഗ്. ഓക്കെ, ഏത് സൈക്ലോഹെക്സേൻ റിംഗ്. അപ്പോൾ ഇവിടെ ഗോഷ് ബ്യൂട്ടൈൻ ഇൻട്രാക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ്. ദിസ് ഇസ് ആക്ച്വലി ഇവിടെ ഒരു മിഥൈൽ ഉണ്ടായിരുന്നെങ്കിൽ, ഇഫ് ഇറ്റ് വാസ് എ മിഥൈൻ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, ജസ്റ്റ് റിമൂവ് ദിസ്. I'll just remove this entire thing. The hydrogen, ഇതും ഹൈഡ്രജൻ, ഇതും ഹൈഡ്രജൻ, ഇതും ഹൈഡ്രജൻ, ഇത് രണ്ടും മീഥൈൻ ആയിരുന്നെങ്കിൽ യു ക്യാൻ സീ ദാറ്റ് ദിസ് ഇസ് ആക്ച്വലി എന്താണ്? ഒരു ബ്യൂട്ടൈൻ ആണ് അല്ലേ. അങ്ങനെ ഒരു ബ്യൂട്ടൈൻ ആണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളതെങ്കിൽ
you can actually easily draw എന്നാണ് corresponding Newman projection. നിങ്ങൾ Newman projection വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാനിവിടെ methane മാത്രം represent ചെയ്യാം. This will be one methyl, this will be the other methyl, all other things will be hydrogen അല്ലേ. സോ ഈ ഒരു ന്യൂമാൻ കോൺഫിഗറേഷനെ നിങ്ങൾ വിളിക്കുന്ന ഒരു പേരുണ്ട് ഗോഷ് കോൺഫർമേഷൻ. ഈ ഗോഷ് പൊസിഷനിൽ നിങ്ങളുടെ മിഥൈൽ ഗ്രൂപ്പ്സ് ഉണ്ടല്ലോ, മിഥൈൽ ഗ്രൂപ്പ്സ് തമ്മിലുള്ള വാൻഡർവാൽസ് ഇൻട്രാക്ഷൻ കാരണം നിങ്ങളുടെ സിസ്റ്റത്തിനൊരു ഹയർ എനർജിയിലേക്ക് പോകും. അത് ഗോഷ് ആ ഒരു ഇൻട്രാക്ഷനെ സിസ്റ്റത്തെ ഹയർ എനർജിയിലേക്ക് കൊണ്ടുവന്ന ആ ഒരു ഇൻട്രാക്ഷനെ പറയുന്ന പേരാണ് ഗോഷ് ബ്യൂട്ടേൻ ഇൻട്രാക്ഷൻ. ഓക്കെ, സോ ദിസ് ഇസ് വൺ ഗോഷ് ബ്യൂട്ടേൻ ഇൻട്രാക്ഷൻ. അപ്പോൾ അങ്ങനെ ഇൻട്രാക്ഷൻ വരണമെങ്കിൽ നിങ്ങളുടെ മിഥൈൽ ഗ്രൂപ്പ്സ് എന്തായിരിക്കണം? ഗോഷ് പൊസിഷനിലായിരിക്കണം. ദാറ്റ് ഈസ് ഇറ്റ് ഷുഡ് ബി സെപ്പറേറ്റഡ് ബൈ ആൻ ആംഗിൾ ഓഫ് 60 ഡിഗ്രി. അപ്പോൾ ഇത് മിഥൈൽ ഗ്രൂപ്പ് അല്ല, സപ്പോസ് ദ അതർ വൺ ഈസ് എൻ ഇഥൈൻ അല്ലേ, ഇതിപ്പോൾ ഒരു മിഥൈൽ അല്ല. ഇഫ് ഇറ്റ് ഈസ് അനദർ സംതിങ് ലൈക്ക് CH2R, then methine പകരം if it is CH2R also, then the same amount of van der Waals repulsion, close to that അവിടെ ഒരു van der Waals repulsion ഉണ്ടാകും. അപ്പോൾ അവിടെയും അതിനെ ഒരു ഗോഷ് ബ്യൂട്ടേൻ ഇൻട്രാക്ഷനുമായിട്ട് റിസംബിൾ ചെയ്യുന്ന രീതിയിലാണ് അതിൻ്റെ സ്ട്രക്ചർ എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെയും ഉള്ളതൊരു ഗോഷ് ബ്യൂട്ടേൻ ഇൻട്രാക്ഷൻ ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് രണ്ടും CH3 വേണമെന്നില്ല. രണ്ട് ആൽക്കൈൽ ഗ്രൂപ്പ്സ് തമ്മിൽ ഇഫ് ഇറ്റ് ഈസ് എക്സിസ്റ്റിംഗ് ഇൻ ബിറ്റ്വീൻ ഉള്ള ആംഗിൾ 60 ഡിഗ്രി ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നതെങ്കിൽ you can easily say that there is a kind of van der Waals interaction and it is similar to Gauss butane interaction. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഇൻട്രാക്ഷൻസ് നമ്മൾ പൊതുവെ ഗോഷ് ബ്യൂട്ടേൻ ഇൻട്രാക്ഷൻസ് ആണ് അഡ്രസ്സ് ചെയ്യുക. ഓക്കെ, സോ ഈ ഒരു രീതിയിൽ നോക്കിയാൽ നമ്മൾ ബേസിക്കലി ഇനി എന്താണ് നമ്മുടെ സിസ്റ്റത്തിൽ ആൽക്കൈൻ മോയിറ്റീസ് അല്ലെങ്കിൽ CH2 ഗ്രൂപ്പ്സോ CR2 ഗ്രൂപ്പ്സോ അല്ലെങ്കിൽ മീഥൈനോ ഹൈഡ്രജൻ ഒഴികെയായിട്ടുള്ള ഒരു കാർബൺ ബേസ്ഡ് സബ്സ്റ്റിറ്റ്യൂവൻറ്റ് 60 ഡിഗ്രിയിൽ സെപ്പറേറ്റഡ് ആയിട്ട് ഇരിപ്പുണ്ടെങ്കിൽ ദർ വിൽ ബി ഗോഷ് ബ്യൂട്ടേൻ ഇൻട്രാക്ഷൻ. ഓക്കെ, സോ അങ്ങനെ ഒരു പോസിബിലിറ്റി ഇവിടെ എവിടെയാണ് ഉള്ളതെന്നാണ് നമ്മൾ ഫസ്റ്റ് കാണേണ്ടത്. ഫോർ ദാറ്റ് വാട്ട് വി ക്യാൻ ഡു, വി ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ് we have space to write. Okay, so first we'll make the space, then we'll do the rest. So I'll take this is what which is needed. Okay, now we can take the corresponding diaxial form and try to draw the structure and see it for yourself how many interactions are there. അപ്പോൾ നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ഈ ഒരു ബോണ്ടിൽ കൂടി നോക്കുക. സോ ദാറ്റ് ദിസ് വിൽ ബി ദ റെഡ് കാർബൺ. അങ്ങനെയാണെങ്കിൽ യു വിൽ ബി ഹാവിങ് methane here, methane here, other methane will be on the other vertical side, right? These two equatorial position ആരാണ് occupy ചെയ്യുന്നത്? ഹൈഡ്രജൻസ് ആണ് occupy ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ മീഥൈലിന് ഏതെങ്കിലും ഗോഷ് ബ്യൂട്ടേൻ ഇൻട്രാക്ഷൻ ഉണ്ടോ എന്ന് നോക്കിയാൽ ക്യാൻ യു സി? ഉണ്ട്. ഏതാണ് ഗോഷ് ബ്യൂട്ടേൻ ഇൻട്രാക്ഷൻ? ഇവിടെയുണ്ട്, CH2 ഉണ്ടല്ലേ, ഇറ്റ്സ് എ CH2. അപ്പം ദിസ് ഇസ് ബേസിക്കലി ആൻ ആൽക്കൈൻ ഗ്രൂപ്പ്. ഇത് നിങ്ങളുടെ റിങ്ങിൻ്റെ ഭാഗമാണ്. ഏത്? ഈ CH2 ആണ്, ദിസ് CH2 അല്ലേ, ഈ CH2 ആണ്. സോ ഇറ്റ് ഈസ് അറ്റ് ആൻ ആംഗിൾ ഓഫ് 60 ഡിഗ്രി സെപ്പറേഷൻ അല്ലെങ്കിൽ ഗോഷ് സെപ്പറേറ്റഡ് ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത്. സോ ദർ വിൽ ബി ഗോഷ് ഇൻട്രാക്ഷൻ അല്ലേ. സോ ദിസ് ഇസ് വൺ ഗോഷ് ബ്യൂട്ടേൻ ഇൻട്രാക്ഷൻ. ഓക്കെ, സിമിലർലി ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ മീഥൈനിനും ഇവിടെ ഒരു ഗോഷ് ബ്യൂട്ടേൻ ഇൻട്രാക്ഷൻ ഉണ്ട് അല്ലേ. ദിസ് അനദർ ഗോഷ് ബ്യൂട്ടേൻ ഇൻട്രാക്ഷൻ അല്ലേ. സോ ദിസ് എ ഗോഷ് ബ്യൂട്ടേൻ ഇൻട്രാക്ഷൻ. സോ ഈ ഒരു ബോണ്ടിൽ കൂടി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് ഗോഷ് ബ്യൂട്ടേൻ ഇൻട്രാക്ഷൻസ് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. സോ ആ ഇൻട്രാക്ഷൻ ആരുമായിട്ടാണെന്ന് നോക്കി, ഈ ഒരു മീഥൈൽ ഗ്രൂപ്പിന് ഗോഷ് ബ്യൂട്ടേൻ ഇൻട്രാക്ഷൻ വന്നത് ആരുമായിട്ടാണ്? ഈ ഗ്രൂപ്പിന് വന്നത് ആരുമായിട്ടാണ്? ഈ ബോണ്ടുമായിട്ടാണ്. വിച്ച് ഈസ് ദാറ്റ് ബോണ്ട്? ദിസ് ബോണ്ട്, ഈ ബോണ്ടാണ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് ഒരു കണക്ടിവിറ്റി കണ്ടുപിടിക്കാൻ പറ്റുമോ? സോ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ് അല്ലേ. ദി സെക്കൻഡ് വൺ ഐ വിൽ ട്രൈ ടു ഷോ യു. അങ്ങനെയാണെങ്കിൽ ബാക്കി വിഷ്വലൈസ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. അപ്പം ബോട്ടം മീഥൈലിനെ നമ്മൾ കണ്ടു. സോ I'll just take this. ടോപ്പ് മീഥൈലിൻ്റെ നോക്കിയാൽ ടോപ്പ് മീഥൈൽ, ദിസ് എ ടോപ്പ് മീഥൈൽ അല്ലേ. ടോപ്പ് മീഥൈലിന് എവിടെയാണ് ഗോഷ് ബ്യൂട്ടേൻ ഇൻട്രാക്ഷൻ ഉള്ളത്? ദിസ് എ ടോപ്പ് മീഥൈൽ ഗ്രൂപ്പ്. ഈ ഒരു ആൽക്കൈൽ ഗ്രൂപ്പുമായിട്ടാണ്. അത് ഏതാണ് ആ ബോണ്ട്? ദിസ് ഇസ് ദി ബോണ്ട്, റൈറ്റ്. ക്യാൻ സീ ദാറ്റ് ഈ റെഡ് കാർബണിന് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്ന ബോണ്ട്, ദിസ് ഇസ് ദി ബോണ്ട്. ഇവിടെയുള്ള CH2 ഗ്രൂപ്പാണ്, റൈറ്റ്. സോ അതിവിടെ ഞാൻ വരയ്ക്കുകയാണെങ്കിൽ you can see that this is that particular bond and you can find a connectivity relation like this അല്ലേ. അപ്പോൾ ഇതൊരു പോസിബിൾ കണക്ഷൻ ആണ്. നൗ
അങ്ങനെയെങ്കിൽ ഇഫ് ഐ എം ചേഞ്ചിങ് ഞാൻ നോക്കുന്ന പേഴ്സ്പെക്റ്റീവ് ഒന്ന് മാറ്റുകയാണെങ്കിൽ, ഞാനിപ്പോൾ നോക്കിയത് ഏത് ബോണ്ടിലാണ്? ഈ ബോണ്ടിൽ കൂടിയാണ് നോക്കിയത്, ബ്ലൂ ബോണ്ടിൽ കൂടിയാണ് നോക്കിയത്. നോ ഇഫ് ഐ എം ഗോയിങ് ടു ലുക്ക് അലോങ് ദിസ് ബോണ്ട്, ഓക്കെ, ഇതാണ് നിങ്ങളുടെ ഫ്രണ്ട് കാർബൺ എന്നിരിക്കട്ടെ, ലെറ്റ് ഇറ്റ് ബി. അങ്ങനെയാണെങ്കിൽ യു വിൽ ബി ഏബിൾ ടു സീ അതർ ബ്യൂട്ടൈൻ ഇൻട്രാക്ഷൻസ് വിച്ച് വിൽ ബി ദം. അത് ഏതൊക്കെയാണ് നോക്കിയാൽ വളരെ എളുപ്പമാണ്. ഈ മിഥൈലും റൈറ്റ്, ഈ രണ്ട് കേസിൽ നിങ്ങൾ കണ്ടോ, ഈ ബ്ലൂ കളറിൽ കൂടി നോക്കിയപ്പോൾ താഴത്തെ മീഥൈൽ ഗ്രൂപ്പിന് ഇൻട്രാക്ഷൻ തരാൻ ആ ബോണ്ടിൽ കൂടി, അതേ ബ്ലൂ ബോണ്ടിൽ കൂടി പോകണം, എന്നിട്ട് ലെഫ്റ്റ് സൈഡിലുള്ള ആൾ അല്ലേ, നിങ്ങളുടെ റിങ്ങിനുള്ള ആളുമായിട്ടാണ് മിഥൈലിന് ഇൻട്രാക്ഷൻ ഉള്ളത്. അപ്പോൾ ഏത് ബോണ്ടിൽ കൂടിയാണോ നോക്കുന്നത്, യുവർ ഇൻട്രാക്ഷൻ ക്യാൻ ബി ട്രേസ്ഡ് ത്രൂ ദാറ്റ് ബോണ്ട് ഇറ്റ് സെൽഫ്. നിങ്ങൾ ആക്ച്വലി ന്യൂമാൻ വരയ്ക്കാതെ ഇത് ചെയ്യാൻ പറ്റും. ന്യൂമാൻ വരച്ച് നിങ്ങൾക്ക് ചെയ്യാൻ ഇനി വളരെ എളുപ്പമാണ്. ഐ എം ട്രൈങ് ടു കമ്മ്യൂണിക്കേറ്റ് ടു യു ഹൗ ക്യാൻ ഇറ്റ് ബി ഡൺ വിത്തൗട്ട് ഡ്രോയിങ് ദി ന്യൂമാൻ. ഓക്കെ, നിങ്ങൾ അതേ ബോണ്ടിൽ കൂടി ട്രേസ് ബാക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഈ ബാക്ക് കാർബണിലെത്തും. അവിടെ നിന്ന് റിങ്ങിലുള്ള കാർബണിലേക്ക് നിങ്ങൾക്ക് എന്താണെങ്കിലും ഗോസ്-ബ്യൂട്ടൈൻ ഇൻട്രാക്ഷൻ കാണും. താഴത്തെ മീഥൈലിനും കണ്ടു, മേളത്തെ മീഥൈൽ നോക്കിയേ, സെയിം ഐഡിയ വർക്ക് ആവുന്നുണ്ടോന്ന്. യു ആർ ട്രേസിങ് ബാക്ക് ത്രൂ ദാറ്റ് ബ്ലൂ ബോണ്ട് ആൻഡ് ഫ്രം ദാറ്റ് ടുവേർഡ്സ് ദി ലെഫ്റ്റ് സൈഡിലാണ് നിങ്ങൾക്ക് റിങ്ങിലെ കാർബൺ ഉള്ളത്. ഇറ്റ് വിൽ ഗീവ് യു ഗോസ്-ബ്യൂട്ടൈൻ ഇൻട്രാക്ഷൻ. അതേ ലോജിക്ക് ഇവിടെ വർക്ക് ചെയ്താൽ യു ക്യാൻ സീ ദാറ്റ് ഇവിടുത്തെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്നത് ഈ ഒരു ട്രജക്ടറിയിൽ നിന്നാണെങ്കിൽ നിങ്ങൾ ആ ട്രജക്ടറി ട്രേസ് ബാക്ക് ചെയ്യുക എളുപ്പമാണ്. ട്രേസ് ബാക്ക് ചെയ്താൽ ഇറ്റ് വിൽ ബി ത്രൂ ദാറ്റ് ബോണ്ട് ട്രേസ് ബാക്ക് ചെയ്തു. പിന്നെ സൈക്കിളിൻ്റെ ഭാഗമായുള്ള നെക്സ്റ്റ് കാർബൺ ഏതാണ്? ദിസ് വൺ. അപ്പോൾ ഈ കാർബണുമായിട്ടായിരിക്കും നിങ്ങളുടെ നെക്സ്റ്റ് ഗോസ്-ബ്യൂട്ടൈൻ ഇൻട്രാക്ഷൻ അല്ലേ. അപ്പോൾ താഴത്തെ മീഥൈലിനെ നമ്മൾ ഗോസ്-ബ്യൂട്ടൈൻ കണ്ടു, ഇനി മേലത്തെ മീഥൈലിന് സെയിം ആയിട്ട് ഗോസ്-ബ്യൂട്ടൈൻ ഉണ്ടാകുമോ? ഇവിടെ ഈ ഒരു പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഗോസ്-ബ്യൂട്ടൈൻ കാണാൻ പറ്റുമോ? ഇല്ല. പകരം നിങ്ങൾക്ക് ഇനിയും ഗോസ്-ബ്യൂട്ടൈൻ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? യു ഹാവ് ടു ലുക്ക് അറ്റ് അല്ലെങ്കിൽ ലുക്ക് ത്രൂ ദിസ് പെർട്ടിക്കുലർ ബോണ്ട്. ഓക്കെ, അങ്ങനെ നോക്കുമ്പോൾ യു ക്യാൻ ട്രേസ് ബാക്ക് ത്രൂ ദാറ്റ് ബോണ്ട് ആൻഡ് യു ആർ റീച്ചിങ് ദ ഫോർത്ത് കാർബൺ. അപ്പോൾ ആ കാർബണുമായിട്ട് നിങ്ങളുടെ മീഥൈലിന് വീണ്ടും ഗോസ്-ബ്യൂട്ടൈൻ കാണും അല്ലേ. സോ ടോട്ടൽ നിങ്ങൾക്ക് 4 ഗോസ്-ബ്യൂട്ടൈൻ ഇൻട്രാക്ഷൻസ് ഈ 1,2 ഡയാക്സിൽ ട്രാൻസായിട്ട് നിൽക്കുന്ന സിസ്റ്റത്തിൽ വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. ആ 4 ഇൻട്രാക്ഷനും ഒരുമിച്ചൊന്ന് പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ബി വെരി ഈസി. ഓക്കെ, സോ താഴെയുള്ള മിഥൈൽ ഗ്രൂപ്പ് ഇതാണ് അല്ലേ. ഒന്ന് ഈ കാർബണുമായിട്ട്, ഹിയർ ഈസ് 1 ഗോസ്-ബ്യൂട്ടൈൻ. ഓക്കെ, 2 ഈ കാർബണുമായിട്ട്, ദിസ് വൺ. Okay, so this is the 2 interaction with respect to the bottom methyl, and top methyl നോക്കുകയാണെങ്കിൽ with this carbon and with this carbon. Okay, so these are the 4 gauge-butane interaction associated with the trans 1,2-diaxyl cyclohexane. Now when it comes to the diketeral system, it is a little more interesting. Diketeral system വരയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം diketeral system ഇങ്ങനെയായിരിക്കും എക്സിസ്റ്റ് ചെയ്യുക, the same way. ഓക്കെ, അപ്പോൾ എച്ചിന് പകരം എന്താണ്? ഇവിടെ നിങ്ങളുടെ ആൽക്കൈൽ ഗ്രൂപ്പ് ആയിരിക്കും എന്നുള്ളതേ ഉള്ളൂ. എച്ചിന് പകരം നിങ്ങളുടെ ആൽക്കൈൽ ഗ്രൂപ്പ്സ് ആയിരിക്കും സൈക്ലോഹെക്സൈനിൽ അല്ലേ. സോ നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്ന ഇതിൽ കൂടിയാണ് നിങ്ങൾ കാണുന്നത്, ഈ ബോണ്ടിൽ കൂടിയാണ് നിങ്ങൾ ഫ്രണ്ട് കാർബൺ ദിസ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, സോ ദീസ് ആർ ദി 2 methyl groups. അപ്പോൾ ഇവിടെയുള്ള ആകെയുള്ള ഗോസ്-ബ്യൂട്ടൈൻ ഇൻട്രാക്ഷൻ ഈ ഗോസ്-ബ്യൂട്ടൈൻ ഇൻട്രാക്ഷൻ ആണ്, അതായത് ബിറ്റ്വീൻ ദീസ് 2 methyl ഗ്രൂപ്പ് അല്ലേ. ഈ 2 methyl ഗ്രൂപ്പ്സ് തമ്മിലുള്ള ഗോസ്-ബ്യൂട്ടൈൻ ഇൻട്രാക്ഷൻ മാത്രമേ ഉള്ളൂ. വേറൊരു ഗോസ്-ബ്യൂട്ടൈൻ ഇൻട്രാക്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. കാരണം നിങ്ങളുടെ റിങ്ങിലുള്ള ഗ്രൂപ്പുകളെല്ലാം അല്ലേ, റിങ്ങിലുള്ള ഗ്രൂപ്പുകളെല്ലാം 180 ഡിഗ്രിയാണ്. നോക്കി, 180 ഡിഗ്രി സെപ്പറേറ്റഡ് ആണ്, 60 ഡിഗ്രി സെപ്പറേഷൻ അല്ല. അതുകൊണ്ട് പിന്നെ ദർ ഇസ് നോ ഗോസ്-ബ്യൂട്ടൈൻ. സോ ട്രാൻസിൽ എത്രയുണ്ട്? യു ഓൺലി ഹാവ് വൺ ഗോസ്-ബ്യൂട്ടൈൻ. ട്രാൻസ് രണ്ടും ട്രാൻസ് ആണ്. സോറി, ഉദ്ദേശിച്ചത് എന്താണ്? ഡൈകെറ്റോറിയൽ 1ഉം ഡൈആക്സിലിൽ 4ഉം അല്ലേ. സോ വാട്ട് വാസ് ആസ്ക്ഡ്?
the difference in the number of Gauss-Butane interaction present in diaxial and diequatorial. Diaxial minus diequatorial നോക്കിയാൽ മതി, which is nothing but 4 minus 1. അത് എത്രയാണ്? Which is 3. Okay, so that will be the answer. All right. Okay, so that was kind of easy. If you know Gauss conformation, അറിയാമെങ്കിൽ Gauss-Butane interaction മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, especially in cyclohexane system, this is an easy question. Okay, we'll discuss a few more questions are there. We'll actually see the detailed solution of those questions in the second part of this solution video. Okay guys, thank you.